ഇതിലൊക്കെ യാത്രകൾ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. നാട്ടിലൊക്കെ ഒരു സമയത്ത് മസനഗുഡി വഴി ഊട്ടിയിലൊക്കെ എക്സ്പീരിയൻസ് ലൈഫിൽ മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ്. സ്ലീപ്പർ ക്ലാസ് എടുത്ത് പോവാണെങ്കിൽ ലോട്ട് ഓഫ് ഭയങ്കര എല്ലാ രീതിയിലുള്ള അനുഭവങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മോശമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാവും, അതേസമയം നല്ല രീതിയിലുള്ള. അപ്പോൾ ആന ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ മുന്നിലും മുന്നിലും ആന ഓടിങ്ങനെ വരുന്നുണ്ട് വണ്ടിന്റെ അടുത്തേക്ക് കാട്ടിന്ന്. അതിൽ വെള്ളം കിട്ട് അലറി. നമ്മൾ മൂന്നാളും 90s 2000 രണ്ടിന്റെ ഇടയിൽ ആ കാലഘട്ടം 90s ആണ് നിങ്ങള്. ആ ഒരു കാലഘട്ടം ഭയങ്കര അടിപൊളിയായിരുന്നില്ലേ? മെമ്മറീസ് ഒക്കെ ഓർമ്മ ഉണ്ട് എനിക്ക് എന്തെങ്കിലും? എനിക്ക് ഏറ്റവും വലിയ മെമ്മറി ആയിട്ട് വീഡിയോ ഗെയിം കളിക്കണത്, നമ്മളെ ഗുസ്തിക്കാട് കളിക്കണത്. Clash. വേറെ ടൈപ്പ് ഹോൺ ഉണ്ടല്ലോ, അങ്ങനെ ഈ ഒരു ലെവലില് അതിൽ പല പല സൗണ്ട് കൊടുക്കാം, പോലീസിന് ഡിമൂസയില് സ്റ്റിയറിംഗ് വെച്ച് ഓടിക്കില്ലേ? പറഞ്ഞ പോലെ തന്നെ ഈ കാടിന്റെ മറ്റേ ഗുസ്തിക്കാടിന്റെ അത് സ്മഗ്ലിംഗ് പോലെ സ്കൂളിൽ കൊണ്ടുപോകാം. അവിടുന്ന് ജീരക സോഡ കുടിക്കാം. ഓ കളിച്ചിട്ട് ഒരു പുകച്ചിലാണ്. അടിപൊളി സാധനം ജീരക സോഡ. സ്കൂളിൽ നമ്മൾ കളിക്കുന്ന ഒരു ഗെയിമാണ് പെൻ ഫൈറ്റ്. പെൻ ഫൈറ്റ് ഒക്കെ അറിയില്ല, പക്ഷേ ഒളിമ്പിക്സിലൊക്കെ വരണം. മൂന്നാമത്തെ മുട്ട എവിടെയാണ്? ഹലോ, 2 മുട്ട വാങ്ങിയ നൗഫലല്ലേ? താങ്കൾ ഒരു ഫ്രീ മുട്ട വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് ഹോളി ഹാബിറ്റാറ്റ്. അപ്പൊ ഇന്ന് ഞങ്ങൾ 4 പേരാണ്. വിയറിംഗ് ബ്ലാക്ക്, മെൻ ഇൻ ബ്ലാക്ക് ആണ്. അപ്പോ അതിന്റെ കോയിൻസിഡൻസ് ആണ്. കോയിൻസിഡൻസ് ആണ് ആക്ച്വലി. കോയിൻസിഡൻസ് പിന്നെ ബ്ലാക്ക് ഇടിപ്പിച്ചു. അപ്പൊ ഞാനായിട്ട് ഉള്ളിൽ ഇപ്പോഴും ചോപ്പ. പക്ഷെ അതിനൊരു റീസൺ ഉണ്ട്. മലപ്പുറത്തിന് പറയണ കാര്യമാണോ? പുറത്ത് പച്ചയും ഉള്ളിൽ ചോപ്പ്. ഉള്ളിൽ ചോപ്പാണോ ശരിക്കും? പക്ഷെ നമ്മള് ബ്ലാക്ക് ഇട്ടതിന് ഒരു റീസൺ ഉണ്ട്. എന്നാൽ പോലും അപ്പൊ ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേ ആണ്. ഇപ്പോ ജസ്റ്റ് കഴിഞ്ഞു ബ്ലാക്ക് ഫ്രൈഡേയുടെ കഴിഞ്ഞു. സെയിൽസ് ഒക്കെ നല്ല ഓഫർ ഒക്കെ ഉണ്ട്. നൗഫല് അതില് വാങ്ങിയതാണ് ഈ ബ്ലാക്ക്. ബ്ലാക്ക് ഓന്റെ 3 എന്റെ ഫുൾ ഗെറ്റപ്പ് 3 കൂടി 100 കിട്ടിയിട്ടുണ്ട്. നൗഫൽ എന്താ ഈ ബ്ലാക്ക് ഫ്രൈഡേ? നൗഫല് പറയണ്ട, ഞാൻ പറഞ്ഞതാ. ബ്ലാക്ക് ഫ്രൈഡേ അത് കിട്ടണേ. ബ്ലാക്ക് ഫ്രൈഡേ US-ലാണ് ബ്ലാക്ക് ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഉത്ഭവം താങ്ക്സ് ഗിവിങ്ങിനോട് അനുബന്ധിച്ചിട്ടാണ് ബ്ലാക്ക് ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ ഓരോ നാട്ടിലും ഓരോ സമയം അനുബന്ധിച്ച് ഇങ്ങനെ സാധനങ്ങൾക്ക് ഓഫർ ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹാലോവീനെ പറ്റി പറഞ്ഞു. എല്ലാം ഒരു ആക്ച്വലി എല്ലാവരും വിചാരം US-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹാലോവീൻ ഓർമ്മയില്ലേ? അയർലാൻഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇത് ശരിക്കും അവിടെ തന്നെ US-ലാണ്. പക്ഷെ ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്നുള്ള ടേം അറിയാം, കുറച്ച് പോയിന്റ് അറിയാം. ബ്ലാക്ക് ഫ്രൈഡേ പറഞ്ഞ ടേം ഉത്ഭവിച്ച എങ്ങനെയാന്ന് വെച്ചാല്, അപ്പൊ ഈ ബ്ലാക്ക് ഫ്രൈഡേ ആവുമ്പോ അതെ താങ്ക്സ് ഗിവിംഗിന് മുമ്പായിട്ട് ഒരു ഇതുണ്ടാവും. നമ്മള് പെരുന്നാളിന് മുമ്പ് അതിന്റെ ഒരു കയോസ് വരെ ആൾക്കാരെല്ലാരും സ്ട്രീറ്റിൽ ഇറങ്ങി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പെരുന്നാൾ തിരക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുപോലത്തെ ആ താങ്ക്സ് ഗിവിംഗിന് മുമ്പുള്ള തിരക്കിനെ അവിടുത്തെ പോലീസുകാര് ആ കയോസിനെ പറയുന്ന ടേം ആയിരുന്നു ബ്ലാക്ക് ഫ്രൈഡേ. പിന്നെ ഡാർക്ക് ഡേ അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കുമായി മാറ്റി. അതപ്പോ ആ നെയിംഡ് ആണോ പറഞ്ഞത്. പിന്നെ അത് ആൾക്കാർ ആ സമയത്ത് ഇങ്ങനെ കയോസ് ആൾക്കാർ സ്ട്രീറ്റ് പോകുന്നു, പർച്ചേസ് ചെയ്യുന്നു. താങ്ക്സ് ഗിവിംഗും ക്രിസ്മസും ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഇപ്പൊ എൻഡ് ഓഫ് നവംബർ ആണ്. 29th ബ്ലാക്ക് ഫ്രൈഡേ. അപ്പോൾ ക്രിസ്മസിന് എല്ലാവരും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണേ. ഡെക്കറേഷൻ കാര്യങ്ങൾ മേടിക്കുക, ഗിഫ്റ്റ് മേടിക്കുന്നു. അപ്പൊ എല്ലാവരും റഷ് ടു ഷോപ്പിംഗ് ടൈമാണ്. അപ്പൊ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഷോപ്പിംഗിന്റെ ആൾക്കാരെ എടുത്ത് അത് മൊത്തത്തിലൊരു ഡിസ്കൗണ്ടഡ് സെയിൽസ് എന്നുള്ളൊരു ടൈമായി. പക്ഷെ ഇത് ആക്ച്വലി ഡിസ്കൗണ്ടഡ് സെയിൽസ് ആണോ? ആക്ച്വലി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സെയിം പൈസ തന്നെ ഒരു ചില സ്ഥലത്തുണ്ട് ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ട് ആ സെയിം ടാഗ് പൈസ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ആ സെയിം റേറ്റിന് തന്നെ കൊടുക്കണം. ഓഫറിന്റെ കളറുള്ള ഇതാക്കും, ലേബലാക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊരു ഓഫർ പ്രൈസ് ആയിട്ട് അങ്ങനെ ഒരുപാടുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ 2 ദിവസം മുന്നേ ഞങ്ങളൊരു സാധനം വാങ്ങാൻ പോയപ്പോ സെയിലുള്ളൊരു സാധനത്തെ ഞങ്ങൾക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. അവിടെ അവര് ഒരു സെയിലുള്ള പ്രൊഡക്റ്റ്, ഒരു ബൾബാണ്, ലൈറ്റ് ബൾബ്, സെയിലുള്ള പ്രൊഡക്റ്റ് പറഞ്ഞിട്ട് 16 സ്ലോട്ടിയുടെ ഏകദേശം നാട്ടിലെ 320 രൂപയുടെ സാധനം വെറും 4 സ്ലോട്ടിക്ക്, അതായത് 80 രൂപയ്ക്ക് അവിടെ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ബൾബുണ്ട്. അപ്പൊ ഞങ്ങള് ഒരാവശ്യമില്ല ഞങ്ങൾക്ക് അത് വാങ്ങേണ്ടത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പോടാ, ഇതിപ്പോ കൊള്ള ലാഭമാണല്ലോ, വെറുതെ ഇട്ടി എന്തായാലും വാങ്ങണല്ലോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾ ഇതിന്റെ അടുത്ത് വാങ്ങിക്കഴിഞ്ഞ് അതില് നമ്മൾ ഇനീഷ്യലി നമ്മൾ നോക്കുന്ന സമയത്ത് ആ ബൾബിന്റെ പേരും അവിടെ എഴുതിക്കുന്ന പേരും സെയിം ആണ്. നമുക്കതിന്റെ ഡിഫറൻസ് മനസ്സിലാവില്ല. ഞങ്ങൾ വാങ്ങി അത് ബില്ല് ചെയ്യാൻ നേരത്ത് അതിന് സെയിം പൈസ തന്നെയാണ്, 16 സ്ലോട്ട് തന്നെയാണ്. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഇതെന്താണ്, ഇതല്ലല്ലോ. അപ്പോൾ അവിടുത്തെ ക്യാഷ്യർ പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾ എടുത്തത് മാറിയതാവാം,
ഇതെന്നാ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യണം എന്നിട്ട് ഒന്നുകൂടി പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതൊക്കെ ക്യാൻസൽ ചെയ്യാനായിട്ട് ഞാൻ രണ്ടാമത് പോയി അതേ റോന്ന് അവിടെ ഫോട്ടോ എടുത്തിട്ട് അതുകൊണ്ടേ കാണിച്ചു കൊടുത്തിട്ട് എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു അല്ല ഇതിൽ ടാഗ് ഇതിൽ അടിക്കുമ്പോൾ വരുന്നത് 16-നെയാണ് പറഞ്ഞു. അവിടെ ഇൻഫർമേഷൻ സെന്റർ, അത് വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്, അവിടെ ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്, അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു. അവിടെ പോയി ചോദിച്ച സമയത്ത് അവർ അതിന്റെ ബാക്കിലുള്ള കുഞ്ഞ പ്രൊഡക്റ്റ് ID കാണിച്ചിട്ട് പറഞ്ഞു ഓ ഇത് രണ്ടും വ്യത്യാസമാണെന്ന്, ബാർകോഡിന്റെ ഇത് വ്യത്യാസമുണ്ട്. അപ്പൊ വെച്ചത് മാറിയതോ അതൊരു ഇനീഷ്യൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് ഗ്ലാൻസിൽ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല രണ്ട് പ്രൊഡക്റ്റ് ആണെന്ന്. അത് അവരുടെ മാർക്കറ്റ് അവരെന്താ അപ്പൊ ആ സാധനം അവിടെ ഉള്ള ഓഫർ പ്രൈസിനുള്ള സാധനം വിറ്റ് പോയിട്ടുണ്ട്, പകരം ഒരു വേറെ സാധനം വെച്ചിട്ട്. അതുപോലെ തന്നെ ഇപ്പൊ ബൾബ് മാത്രം വാങ്ങിയോണ്ടാണ് നോട്ടീസ് ചെയ്തു. ഇപ്പൊ ആൾക്കാർ ബൾക്കായിട്ട് കുറെ സാധനം വാങ്ങുമ്പോ അതങ്ങനെ ആ ബില്ലിന്റെ കൂടെ പോകും, ആൾക്കാർ പിന്നെ നോട്ടീസ് ചെയ്തു. ഇത് ബൾക്കായിട്ട് തന്നെ വാങ്ങിയത്. പക്ഷെ ഞാൻ ഇത് അടിക്കുമ്പോ ഞാൻ നോക്കി, എനിക്കൊരു കൗതുകം കൊണ്ട് അങ്ങനെ നോക്കിയപ്പോ ഒറ്റയടിക്ക് 16 ഷോട്ട് കൂടിയപ്പോ എനിക്ക് അത് ഡൗട്ട് അടിച്ചു. എന്നിട്ട് പക്ഷെ നമ്മളത് വാങ്ങി, പക്ഷെ അതെന്ത് മോശം പരിപാടിയാണ്. നമുക്കവിടെ അതിന് ഇനഫ് പോളിഷ് അറിയാത്തോണ്ട് ഒന്നും പറയാൻ പറ്റിയില്ല. ഞങ്ങളിങ്ങനെ ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇറങ്ങി പോകുന്നത്. അല്ലെങ്കിലും സെയിൽ എന്ന് പറയുമ്പോ നമ്മള് ടെംപ്റ്റിംഗ് ആണ്. നമ്മളത് കാണുമ്പോ ഒരു സെയിൽ വെക്കുമ്പോ വരെന്താ പറയാ ഒരു ക്യാപ്ചറിങ് ആയിട്ടുള്ള ഒരു കളറിലാണ്, റെഡിലോ അല്ലെങ്കിൽ യെല്ലോ ഒക്കെ ആയിട്ട് വെക്കുക. അപ്പൊ നമ്മള് ഒബ്വിയസ്ലി നമ്മളുണ്ടല്ലോ, നമുക്കത് വേണ്ടാത്ത സാധനമാണെങ്കിൽ പോലും നമ്മളൊന്ന് 2 പ്രാവശ്യം ആലോചിക്കും മേ ബി യൂസ്ഫുൾ ആയിക്കാരം എന്ന് പറഞ്ഞിട്ട്. നമ്മളെ ഇവിടെ ഞാൻ ഇതുപോലെ ഷോപ്പിംഗ് മോളിൽ പോയപ്പോ ഇങ്ങനെ ഒരു സെയിൽ കണ്ടു, 1 എടുത്താൽ 1 ഫ്രീ എന്ന് പറഞ്ഞിട്ട്. ക്രെട്ട അല്ലേ ഇതാണ്, ഞാൻ 2 മേടിച്ചു. ഒരാവശ്യമില്ല, വീട്ടിൽ ഞാൻ 2 മേടിച്ചപ്പോ വീട്ടിൽ കിടക്കേണ്ടത് ഒരാവശ്യമില്ല. അന്നത് കണ്ടപ്പോ ഭയങ്കര ഓഫറാണ്. എനിക്ക് വേറൊരു ഓഫറിന്റെ ഓർമ്മ വന്നത്, നമ്മുടെ ഒരു ഫ്രണ്ട് 2 മുട്ട എടുത്താ 3ാമത്തെ മുട്ട ഫ്രീ ആയി കിട്ടും പറഞ്ഞു ഒരു സ്ഥലത്ത് ബദ്രോങ്കയില്. 2 മുട്ട എടുത്താ 3ാമത്തെ മുട്ട ഫ്രീ ആണ്. അതായത് 2 മുട്ടയുടെ സെറ്റ് എടുത്താ 3ാമത്തെ മുട്ടയുടെ സെറ്റ് ഫ്രീ ആണ്. അതാണ് അതിൽ എഴുതിയുള്ളത്. എന്നിട്ട് ഇവൻ വീട്ടിൽ പോയിട്ട് 2 മുട്ട എടുത്തു. എന്നാണല്ലോ ആള് അനക്കണ്ട് പറഞ്ഞാ പോലെ. ഇവൻ വീട്ടിൽ പോയിട്ട് 2 മുട്ട, എന്റെ 3ാമത്തെ മുട്ട എവിടെയാണ്, ഫ്രീ കിട്ടിയ മുട്ട എവിടെയാണ്. ഇവ വിചാരിച്ചിങ്ങനെ പറഞ്ഞാൽ 2 മുട്ട എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് വിളിച്ചിട്ട് ഹലോ 2 മുട്ട വാങ്ങിയ നൗഫലല്ലേ, താങ്കൾ ഒരു ഫ്രീ മുട്ട അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുതരുന്ന വിചാരിച്ചു. ശരിക്കും ഓഫർ പറഞ്ഞ എങ്ങനെ 3 മുട്ട എടുത്തിട്ട് ആ 2 മുട്ടന്റെ ബില്ല് അടിച്ചാൽ 2 മുട്ടേന്റെ പൈസ 2 മുട്ട എടുത്തിട്ട് 3ാമത്തെ മുട്ട എവിടെ എനിക്ക് ഫ്രീ ആയി കിട്ടിയത്, അവര് തന്നില്ലല്ലോ എന്നൊക്കെ. പക്ഷെ ഈ പറഞ്ഞത് ഇപ്പൊ കുറച്ച് മുമ്പ് പറഞ്ഞത് അതിന്റെ ഒരു വേറെ ഓപ്പോസിറ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അടുത്ത് സാറേര് ഒരു ഷർട്ട് എടുക്കാൻ പോയി, അപ്പൊ അവര് ടാഗ് മിസ്പ്ലേസ് ചെയ്തു. അതായത് എനിക്കറിയാം അതിന്റെ ആ ഷർട്ടിന്റെ പൈസ ഇപ്പൊ 200 ആണെങ്കിൽ ആ ടാഗുമേ 150 അപ്പോ അതിന്റെ റിയൽ പൈസ 200, പക്ഷെ ആ ഒരു പീസിന് മാത്രം 150 കൊടുത്തിട്ടുണ്ട്. അത് ഒബ്വിയസ്ലി എംപ്ലോയീസിന്റെ മിസ്റ്റേക്ക് ആണെന്ന് വെച്ചാൽ. പക്ഷെ ഞാൻ കോൺഷ്യസ്ലി മനസ്സിലായി, ഞാൻ പോയിട്ട് ക്യാഷ് കണ്ടിട്ട് 150 കൊടുത്തപ്പോ അത് പറഞ്ഞു സിസ്റ്റത്തിൽ 200. അവർ പറഞ്ഞ കുഴപ്പമില്ല 150 തന്നാൽ മതി, ആസ് പെർ പോളിസി ഇത് മിസ്പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ പ്ലേസ് ചെയ്ത പൈസ എത്രയാണോ അതിൽ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം. അതുണ്ട് ചില കമ്പനി പോളിസി അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഒരു കസ്റ്റമറിനുള്ള ഒരു ഇതായിട്ട് കൊടുക്കും. അപ്പോ ബ്ലാക്ക് ഫ്രൈഡേ ആണ്, അപ്പൊ ഇവിടെ കഴിഞ്ഞു ബ്ലാക്ക് ഫ്രൈഡേ. എന്തി വാങ്ങിയോ? ഇല്ല, അധികം പർച്ചേസിനൊന്നും പോയില്ല, അറിയാലോ ഇപ്പൊ ടെംപ്റ്റിംഗ് ആണ്. പിന്നെ അതുപോലെ തിരക്കാണ്, നല്ല തിരക്ക്. എസ്പെഷ്യലി ഈ ഇലക്ട്രോണിക്സിനൊക്കെ ഭയങ്കര തിരക്കാട്ടോ. അങ്ങനത്തെ ഷോപ്പുകൾക്കൊക്കെ ആൾക്കാർ ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട്. അതെ, അപ്പോൾ തിരക്ക് കൂടുതലാണ്. പിന്നെ നമുക്ക് ചില സംഗതികളൊന്നും ശരിക്കും ഇപ്പോൾ ക്ലോത്ത്സ് ഒക്കെ വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാനൊക്കെ ട്രയൽ റൂമിൽ. അതെ അതെ. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ പോയിട്ടില്ല, വാങ്ങിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇതുണ്ടോ ബ്ലാക്ക് ഫ്രൈഡേ? ബ്ലാക്ക് ഫ്രൈഡേ ഒന്നും ഇല്ല, പക്ഷെ ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ആ പേരിൽ ഓരോന്ന് വിൽക്കണൊക്കെ. നമ്മുടെ നാട്ടിൽ ഏറ്റവും ആഡി സെയിൽ ഉണ്ട്, ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ. ഇവൻ നാട്ടിൽ നിന്നൊക്കെ നമ്മള് ആ സമയം നിയാസ് ഇങ്ങനെ എനിക്ക് എന്തി വേണോ ഫ്ലിപ്കാർട്ടില്, പിന്നാണെങ്കിൽ കുറെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, കുറെ ബാങ്ക് ഉണ്ട്, അതിനൊക്കെ ഓഫർ എക്സ്ട്രാ 2000 ആക്സിസ് ബാങ്ക് എന്തി വേണോ വെച്ച് ഇങ്ങനെ വിളിക്കൂലേ ഒരു കാലം. അതേമാതിരി തന്നെയാണ് നാട്ടില്. ഇപ്പൊ ഈ റഷ്യന്റെ പറഞ്ഞപ്പോ ഇപ്പൊ റീസെന്റ് ലുലു ഇടക്കൊരു സെയിൽ വെക്കലുണ്ട്. കറക്റ്റ് ടൈം എനിക്ക് ഓർമ്മയില്ല, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സിന്റെ. ആ ഷട്ടർ തുറക്കാൻ കാത്തിരിക്കും ആൾക്കാർ അതിന്റെ ഉള്ളിലോട്ട് ഇടിച്ചു കയറാൻ. ഇപ്പൊ റീസെന്റ് അതിന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ. അതുപോലെ തന്നെ ഇപ്പൊ റീസെന്റ് പാകിസ്ഥാനിലെ ഏതോ ഒരു മാള് തുറന്നിട്ട് ആൾക്കാരെല്ലാരും അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഫുള്ള് സാധനം ലൂട്ട് ചെയ്യാന്നുള്ള ആ ദിവസം തന്നെ പൂട്ടിങ് ചെയ്തു ആ മാള്.
ഓരോ സംഭവങ്ങൾ അങ്ങനെ ഓഫർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തോന്നും നമുക്ക് ആവശ്യമില്ലെങ്കിലും വെറുതെ വാങ്ങിയാലോ. ഇവിടെ വേറെ ഈ മാളിലൊക്കെ പോകുമ്പോ ചില സ്ഥലത്ത് ഫ്രീ സാമ്പിൾസ് ഒക്കെ കൊടുക്കൂലേ, അപ്പോ നമുക്ക് ചിലപ്പോ ആവശ്യമില്ലാത്ത സാധനമാവും എന്താ കിട്ടുന്നത്. ഞങ്ങൾ ഒട്ടും പുറത്ത് പോയപ്പോ ഞങ്ങളത് വെറുതെ നിന്നില്ല, അതിന് കുറെ നേരമൊക്കെ നിന്ന് 2 ബോഡി ക്രീം വെറുതെ ആവശ്യമില്ല, സാമ്പിള് ഫ്രീ ആയി കിട്ടുകയാണ്. മനസ്സിന് ഒരു സൈക്കോളജി ആണത് അല്ലേ, അതിലാണ് ഇവരൊക്കെ വിൻ ചെയ്യുന്നത് മാർക്കറ്റിംഗ്. അതാണ് ബ്ലാക്ക് ഫ്രൈഡേ. അല്ല, നമ്മള് 2 എപ്പിസോഡ് മുന്നെന്തോ നമ്മൾ ഇവിടെ ട്രാവൽ ചെയ്തതിനെ പറ്റി പറഞ്ഞില്ലേ. ഇവിടെ ഇപ്പൊ നമ്മള് ഷെങ്കൻ വിസ ഉണ്ടായിട്ട് കുറെ ട്രാവല് ഉണ്ട്. പക്ഷെ യൂറോപ്പ് മാതിരി തന്നെ ഉള്ള വേറൊരു രാജ്യം ഇന്ത്യ ഇറ്റ്സെൽഫ് നമുക്ക് പറയാം ഒരു യൂണിയൻ ആണ്. നമ്മള് ഒരു എപ്പിസോഡിൽ പറയുകയും ചെയ്ത് പല ലാൻഡ്സ്കേപ്പ് പലത്. അപ്പൊ അങ്ങനെ നമ്മള് നാട്ടില് ട്രാവൽ ചെയ്ത എന്ത് എക്സ്പീരിയൻസസ് ഉണ്ടോ? നല്ല നാട്ടിൽ ഒബ്വിയസ്ലി ഇത്രയും വർഷത്തിന്റെ ഇടയിൽ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. എത്രയും വർഷം ഇപ്പൊ എത്ര 27 ഇടയ്ക്കൊരു കൺഫ്യൂഷൻ. പക്ഷെ എന്നാലും നല്ലൊരു നമുക്കൊരു ബോധം വെച്ച സമയം തൊട്ട് തന്നെ നല്ല രീതിയിലൊക്കെ യാത്രകൾ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. നാട്ടിലൊക്കെ ഒരു സമയത്ത് മസനഗുഡി വഴി ഊട്ടിയിലൊക്കെ അങ്ങനല്ല നാട്ടിൽ പോലും യാത്രകൾ എല്ലാവരും ഇഷ്ടം. ഓരോ ട്രെൻഡ് ഉണ്ടാവും. മഞ്ഞുമൽ എക്സ്പീരിയൻസ് ലൈഫിൽ മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസും പ്ലസ് അത് കാരണം ഇപ്പൊ ഒരു ഫേമസ് ആയി ചെയ്തില്ലേ. അത് അവന് മനക്കാത്ത എക്സ്പീരിയൻസ് സുഭാഷിന്. അല്ല അങ്ങനെ ഇപ്പൊ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം, ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങാം. അന്റെ എക്സ്പീരിയൻസ് നാട്ടിലാണെങ്കിൽ ഇപ്പൊ യാത്രകൾ കൂടുതൽ എവിടേക്ക് പോയിട്ടുണ്ട് ആദ്യം? ഇന്ത്യയില് പഞ്ചാബ് വരെ, പിന്നെ അങ്ങോട്ട് പോയില്ല. ഹിമാചൽ കാശ്മീരൊക്കെ അതാണ് ഇനിയിപ്പോ അവരുടെ അടുത്തൊരു ലക്ഷ്യം എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ ഈ സൈഡിലോട്ടാണെങ്കിൽ ഗാങ്ടോക്ക്, സിക്കിം, ഡാർജിലിംഗ്, വെസ്റ്റ് ബംഗാൾ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ആ എൻഡിലോട്ട് ഇനി അടുത്ത തവാങ് എന്ന് പറയുന്ന പോലെ ആ എൻഡിലോട്ടൊന്ന് പോകണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ. പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ ശ്രമിക്കലുണ്ട്. അത് ഈ ഒരു എനിക്ക് തോന്നുന്നു 10th ഒക്കെ കഴിഞ്ഞ ഉടനെയാണ് എന്റെയൊക്കെ യാത്ര. ഇപ്പൊ നൗഫൽ പറഞ്ഞ പോലെ ഈ സോളോ ട്രാവലിംഗ് ആയിരുന്നു ഞാൻ ശരിക്കും. 10th കഴിഞ്ഞ സമയത്ത് ഈ എൻട്രൻസ് എക്സാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അത് എഴുതാനും. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് സെന്ററുകൾ ഉണ്ടാവില്ല. അപ്പൊ എറണാകുളത്ത് തിരുവനന്തപുരത്തായിരിക്കും സെന്റർ ഉണ്ടാവുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെയാണ് എന്റെ യാത്രയുടെ ശരിക്കുള്ള തുടക്കം. അപ്പൊ അന്ന് മുതലേ ട്രെയിനാണ്, ചീപ്പാണല്ലോ, ട്രെയിൻ യാത്രകളിലാണ് തുടങ്ങുന്നത് ശരിക്കും. അങ്ങനെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ടൈം പോയത് പാലക്കാട് നിന്ന് നേരെ ഗാങ്ടോക്കിലോട്ട്, അതായത് ഗാങ്ടോക്ക് ഗുവാഹട്ടിയിലോട്ടാണ്. ഒരു എത്ര ദിവസം 56 മണിക്കൂർ എങ്ങാണ്ടോ ട്രെയിനിലിരിക്കണം. അത് ആ ട്രെയിൻ റൂട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ലോങ്സ്റ്റ് ആണ്. അപ്പൊ ഇന്ത്യ അതാണ് സംഭവം. അത് ഭയങ്കര അനുഭവമാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നല്ല അനുഭവങ്ങൾ, പ്രത്യേകിച്ച് നമ്മളൊരു സ്ലീപ്പർ ക്ലാസ് എടുത്ത് പോവാണെങ്കിൽ ലോട്ട് ഓഫ് ഭയങ്കര എല്ലാ രീതിയിലുള്ള അനുഭവങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മോശമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാവും, അതേസമയം നല്ല രീതിയിലുള്ള. ഇപ്പോൾ 2 എക്സ്ട്രീം കേസുകൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ +1 വെക്കേഷനാണ് തോന്നുന്നു, ഇതേപോലെ ഡൽഹിയിലോട്ട് പോവാം. അന്ന് ഇതേപോലെ ഒരു കൗതുകത്തിൽ പോവാം എന്നുള്ള രീതിയിൽ അന്ന് ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് കൂടെ. അപ്പോൾ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഒരു വലിയ ധാരണയൊന്നുമില്ല ശരിക്കും. ഒരു സ്ലീപ്പർ ക്ലാസ് എടുത്തു, ട്രെയിനിൽ പോയി ഇതേപോലെ ഇങ്ങനെ ട്രെയിനിൻ്റെ വരാന്തയിൽ ഇരിക്കുക. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഒരാൾ പുറത്ത് പോയി തട്ടി. അപ്പോൾ ആക്ച്വലി ഒരു ട്രാൻസ്ജെൻഡറാണ്. അപ്പോൾ ആള് വന്നിട്ട് പൈസ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായില്ല അതെന്താണെന്നില്ല. കാരണം ഫസ്റ്റ് ടൈം ആണ് ഒരു എക്സ്പീരിയൻസ്. ആളെ ഞാൻ ഫിഗർ ഔട്ട് ചെയ്യാണ്. ഒരേ സമയം ആണിന്റെയും പെണ്ണിന്റെയും ആ ഒരു ഫിസിക് ഉണ്ട്. അപ്പൊ എനിക്കത് എന്താ മനസ്സിലാവണില്ല. അപ്പൊ ആൾ പൈസ എടുക്കും. ഞാൻ ആ ഡോറിന്റെ സൈഡിലാണ്. പുള്ളി ഇങ്ങനെ ആക്ഷനും കാണിച്ചു. ഞാൻ പിടിച്ച് തള്ളിയിടുന്നും പറഞ്ഞു. ഹിന്ദിയാണ് പറഞ്ഞത്, അത് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു പേഴ്സ് എടുത്തിട്ട് ഞാൻ സ്റ്റുഡന്റ് ആണ്, എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, പഠിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്തൊക്കെ പറഞ്ഞ ആൾ പോയി. എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ അതൊന്നും മനസ്സിലായില്ല. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഇവരിങ്ങനെ പിന്നെ അത് കാണുന്നുണ്ട്. ഒരു പ്രത്യേകിച്ച് ഒരു മുംബൈ ആ റേഞ്ചിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഗ്രൂപ്പായിട്ട് വരും, ഇങ്ങനെ പൈസ കളക്ട് ചെയ്യണത് അന്ന് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഒപ്പമുള്ള ഒരാൾ ഇങ്ങനെ ഒരു ട്രിക്ക് പറഞ്ഞു തന്നു. ഐ മീൻ അവർ വരുമ്പോൾ ഒന്നെങ്കിലും ഉറങ്ങിയ പോലെ കടന്നാൽ മതി, ജസ്റ്റ് അല്ലെങ്കിൽ അറിയാത്ത പോലെ അവിടെ എവിടെയെങ്കിലും ഇരുന്നാൽ മതി, അവർ ചിലപ്പോൾ പൊക്കോളും എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് അവര് ആണുങ്ങളെയാണ് അവർ ഫോക്കസ് ചെയ്യുക. ഐ മീൻ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്ത്രീകളുടെ അടുത്ത് നിന്ന് അവർ പൈസ വാങ്ങിക്കാറില്ല. പിന്നെ കുട്ടികളെയും വെറുതെ വിടും. ഏകദേശം ആണുങ്ങളെ അടുത്ത് നിന്നാണ് അവർ പൈസ വാങ്ങിക്കുക. അപ്പോൾ ഇത് കേട്ടിട്ട് പിന്നെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു,
ബർത്തിൽ നേരെ ഉറങ്ങണ പോലെ അഭിനയിച്ച് സൗണ്ട് നമുക്ക് അവിടുന്ന് ഇവര് ക്ലാപ്പ് ചെയ്തിട്ടാണ് വരിക. അപ്പൊ നേരെ ഉറങ്ങണ പോലെ അഭിനയിച്ച് കടന്നു. അപ്പൊ നേരെ ആള് വന്നിട്ട് എന്റെ പ്രൈവറ്റ് പാർട്ടിൽ ഒറ്റ അടിയാ, ഒറ്റ പൈസ എടുക്കുന്നത്. ഞാൻ ശരിക്ക് ആ ഒരു സമയത്ത് ശരിക്ക് ഷോക്കായി, മീൻസ് ബ്ലാങ്ക് ആയിട്ട് എനിക്ക് എന്തൊന്നും മനസ്സിലാവണില്ല, ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഭയങ്കര. അത് മാത്രമല്ല, അങ്ങനെയാ ചില ആൾക്കാർ അടിച്ചിട്ട് പൈസ എടുക്ക്. എനിക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങള് 10ാം ക്ലാസ്സിന്ന് ഞങ്ങള് ടൂർ പോണ സമയത്ത് ഹൈദരാബാദിക്കാണ് ട്രെയിനിൽ ടൂർ പോകുന്നത്. അപ്പൊ ഇവര് വരുമ്പോ അതൊരു ലോങ് ട്രിപ്പാണ്, ഒരു ദിവസത്തോളം ഉണ്ട് അതും യാത്ര. അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റോപ്പിൽ നിന്നാണ് ഇവര് കയറുക. അപ്പൊ ഇവര് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഇവര് വന്നിട്ട് എന്തെങ്കിലും നമുക്ക് അറിയില്ലല്ലോ ഇവരായിട്ട് എങ്ങനെ ഇന്ററാക്ട്. അവര് ഒരു പ്രത്യേകതാണ്. ചിലപ്പോൾ ഭയങ്കരമായിട്ട് എസ്കലേറ്റ് ആവും, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ഇവര്. അപ്പൊ ഞങ്ങള് എല്ലാരും ഇരിക്കണ കോച്ചില് ഞങ്ങളുടെ ഒരു സാറും ഉണ്ട്. അപ്പൊ മൂപ്പരോട് പൈസ ചോദിച്ചു. മൂപ്പര് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഒരൊറ്റ ഇടിയാമത്ത് ചെകിടത്ത് ഇങ്ങനെ ഇതാക്കും, എന്നിട്ട് തരാൻ പറയും. അപ്പം അന്നത്തെ കാലത്ത് ഇപ്പൊ കുറച്ചും കൂടി ഞാൻ കേട്ടു ചില ഭാഗത്തൊക്കെ ഇത് കൺട്രോൾഡ് ആണ്. അതായത് ഇവര് അങ്ങനെ ഉണ്ടും ആൾക്കാരെ മേത്തിക്കൊന്നും എടുക്കില്ല. അവർ കാണുമ്പോൾ തന്നെ പൈസ കൊടുക്കും ആൾക്കാർ ഓട്ടോമാറ്റിക്കലി. പണ്ടൊരു കാലത്ത് ഇതൊരു മാഫിയ ആയിട്ട് പൈസ കൊടുത്തില്ലെങ്കിൽ പ്രശ്നം. അത് എന്റെ അഭിപ്രായത്തിലാണ് നമ്മൾ പൈസ ആക്ച്വലി കൊടുക്കണം. എല്ലാരും ജീവിക്കാൻ വേണ്ടിട്ട് പണിയെടുക്കുന്ന ആൾക്കാർ പൈസ കൊടുക്കണം എന്ന് ചോദിച്ചാല് അത് നമ്മുടെ ചോയ്സ് ആണ് കൊടുക്കുക. അപ്പൊ നമുക്ക് ഒരു ആള് നമ്മളോട് ഭിക്ഷ ചോദിക്കണ മാതിരിയാണ് അതും കാണുന്നത്. ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നറിയോ, മറ്റേ ഒരു ഹിന്ദി സിനിമയിലല്ലേ മറ്റേ ഒരു ട്രാൻസ്ജെൻഡർ വന്നിട്ട് ഒരാളോട് പൈസ ചോദിക്കും, ഡാൻസ് ചെയ്തിട്ട് പൈസ തല പറയും. അതേമാതിരി അവൻ ഡാൻസ് ചെയ്തിട്ട്. പിന്നെ വേറൊരു നമ്മളിതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടല്ലോ, അവര് ഇപ്പൊ അത്ര അവരെ വെൽക്കം ചെയ്യുന്നില്ല പല ആൾക്കാരും. അവർക്ക് ജോലിയുടെ സാധ്യതകളില്ല, അവരെ ആരും വെൽക്കം ചെയ്യുന്നില്ല. ഫാമിലീസ് ഒരുപാട് അബാൻഡൻ ചെയ്തിട്ടുള്ള ആൾക്കാര്. അപ്പോ അവർക്ക് ഒരു ഫിസിക്കലായിട്ട് ഇപ്പോ നാട്ടില് ഈ ബെഗ് ചെയ്യുന്ന ആൾക്കാരെ പോലെ അവർക്കൊരു ഫിസിക്കൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻ ദ സെൻസ് ഹാൻഡിക്യാപ്ഡോ അങ്ങനെയൊന്നുമില്ല. അവർ ഹെൽത്തി ആണോ ഒക്കെ ഓക്കെയാണ്. പക്ഷെ അവർക്ക് ജോലി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഹെൽപ്ലെസ് ആണ്. അവർക്ക് ഇങ്ങനെ ചെയ്തേ പറ്റൂ, വേറെ ആൾക്കാരടുത്ത് ഇങ്ങനെ പോയി പൈസ ചോദിച്ചേ പറ്റൂ. ഒരു നേരിട്ട് ചെന്നിട്ട് ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആരും പൈസ കൊടുക്കില്ല. കാരണം നല്ലൊരു ഫിസിക്കുള്ള ഒരാൾ വന്നിട്ട് പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് ചോദിക്കും. അപ്പൊ ഇങ്ങനൊരു കാറ്റഗറിക്ക് ആയതോട് കൂടിയിട്ട് ആൾക്കാർ പൈസ കൊടുക്കൽ തുടങ്ങി. അതൊരു പിന്നെ അവരോട് പണിയെടുത്ത് ജീവിക്കാൻ ചോദിക്കാനും പറ്റില്ലല്ലോ. അതുമല്ല, പിന്നെ അവരെ ഒരു ഇത് പ്രകാരം അവരെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ അതാണ് ശരിക്കും ആക്ച്വലി പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമ്മൾ തലയിൽ തൊട്ടു. അവര് പ്രാഗി കഴിഞ്ഞാൽ മോശമാണെന്നുണ്ട്. അപ്പൊ ആ ഒരു ബേസിലാണ് ഇവര് കൂടുതലും ഇങ്ങനെ ട്രെയിനിൽ വരാൻ കാരണം. എനിക്കറിയില്ല ഭയങ്കര നല്ലൊരു പ്ലാറ്റ്ഫോം അല്ലേ ഒരു ഏരിയ തൊട്ട് അതായത് പ്രത്യേകിച്ച് ഒരു ലോങ് പോകുന്ന ഒരു ട്രെയിൻ, ഒരുപാട് യാത്രക്കാരും ഉണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യ അറിയില്ലേ, ഓടിപ്പോവാനും ചാൻസ് ഇല്ല, ലോക്ക്ഡൌൺ. ഞാനും ഡൽഹി പോയ സമയത്ത് ഞങ്ങള് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞങ്ങള് മണാലി പോയിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഏകദേശം 60 പേരെ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ 2 കമ്പാർട്ട്മെന്റ്സ് മൊത്തം ഓൾമോസ്റ്റ് ഞങ്ങളാണ്. അപ്പൊ ഇവര് വരുമ്പോ ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടും അവിടെ കയറിക്കണമെന്നുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാരും കിടക്കും പുറപ്പെടും. പക്ഷെ ഇവന്മാര് വന്ന് തട്ടി അടിച്ച് പൈസ വാങ്ങിപ്പോവും. ഇപ്പൊ കേരള ഞാൻ ഇപ്പൊ ജസ്റ്റ് കൺഫേം ചെയ്യുന്നു നമ്മള് ഫാക്ച്വലർ കേരള നമ്മുടെ കൊച്ചി മെട്രോന്റെ സമയത്ത് ഭയങ്കര ഒരു പ്രോഗ്രസീവായി. നമ്മുടെ കേരളത്തിലെ പോളിസീസ് ഒക്കെ ഇന്ത്യ ഒറ്റുനോക്കണാണല്ലോ. ഈ ട്രാൻസ്ജെൻഡേഴ്സിന് ആദ്യമായിട്ട് ജോലി കൊടുക്കുന്നത് കൊച്ചിൻ മെട്രോ ആണ്, ഒരു ഗവൺമെന്റ് സ്ഥാപനത്തില്. അതൊക്കെ ഇപ്പൊ കൊച്ചി മെട്രോ മാത്രല്ല, ചില ഈ ഷോപ്പിംഗ് മാളുകളില്, ഈ ടെക്സ്റ്റൈൽസുകളില് ഒക്കെ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ജോലി കൊടുക്കുന്നുണ്ട്. കുറച്ച് കേരളത്തില് 2017 അതെ. അപ്പൊ ഓപ്പണായി വരുന്നുണ്ട്. അങ്ങനെ ആവണം. കാരണം എല്ലാവർക്കും ഫ്രീഡം ടു അവൈലബിലിറ്റി ഓഫ് ഇനി ഫ്യൂച്ചറിൽ ഇപ്പൊ നമ്മളിപ്പോ റിസർവേഷൻ കൊടുക്കുന്ന പോലെ അവർക്ക് ഈ സീറ്റിൽ അവര് മാത്രമേ പാടുള്ള കൈൻഡ് ഓഫ് റിസർവേഷൻ സിസ്റ്റം കൊണ്ടുവന്നു. കോളേജുകളിലൊക്കെ അവർക്കായിട്ട് സീറ്റ് അലോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ അത് ക്രമേണ ഞാൻ ജോബ് പെർസ്പെക്റ്റീവ് കേൾക്കുന്നത് ഗവൺമെന്റ് ജോബിന് എന്റെ ഒരു അഭിപ്രായത്തില് മെറിറ്റ് ആവണം എന്തായാലും ഏറ്റവും വലിയ ഗൈഡ് ലൈൻ. പക്ഷെ ഇവരൊക്കെ കുറെ എന്തൊക്കെ പറയാൻ മാറ്റി നിർത്തുന്നതാണ് ആൾക്കാർ, സമൂഹം. അപ്പൊ അവരുടേതല്ലാത്ത തെറ്റുകൊണ്ട് അവര് ഡിസർവ് ചെയ്യില്ല. ഇത് അവര് ചെയ്തതൊന്നുകൊണ്ടല്ല, അവരെങ്ങനെ ജനിച്ചു എന്നുള്ള പേരിൽ മാറ്റി നിർത്താൻ ഒരിക്കലും പാടില്ല. പിന്നെ അങ്ങനെ കൊടുക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാല്
സ്ട്രിക്റ്റ് മെറിറ്റ് ആവണം. അങ്ങനെ ആവുമ്പോ എന്താ വെച്ചാൽ എല്ലാവർക്കും അത് റിഗാർഡ്ലെസ് എന്തായാലും മെറിറ്റിൽ എല്ലാവർക്കും കിട്ടുന്നതാകുമ്പോ അപ്പൊ ഒബ്വിയസ്ലി ഈ പേഴ്സൺ അതിനുള്ള ക്രൈറ്റീരിയ അറ്റൈൻ അവർക്കും പക്ഷെ അവർക്കും ഇത് വേണം, അവർക്കും റൈറ്റ്സ് എഡ്യൂക്കേഷൻ വേണം, അവർക്ക് എല്ലാ സ്കൂളിങ്ങിനും എല്ലാത്തിനും ഉള്ളതുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് മെറിറ്റ് ആവുക കുഴപ്പമില്ല. പക്ഷെ അല്ലാത്ത പക്ഷം നമുക്ക് അത് അൺഫെയർ ആണ്. പിന്നെ അപ്പൊ യാത്രയോട് പറഞ്ഞ പിന്നെ അങ്ങനത്തെ യാത്രകളിൽ ട്രെയിനിലുള്ളത് പിന്നെ ഒരു പേഴ്സ് വാലറ്റ് പോയിട്ടുണ്ട്, എന്റെ ചെരുപ്പ്, അതായത് പോക്കറ്റ് അടിച്ചു പോയത് ബർത്തില്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് നമ്മളൊരു ഐഡിയ ഇല്ലാതെ യാത്ര ചെയ്യണം. കാരണം നോർത്ത് പ്രത്യേകിച്ച് നമുക്കൊരു ഇതാണ്, ഭാഷയും പഠിച്ചു വരുന്നേ ഉള്ളൂ. പിന്നെ ശരിയാണ് നമ്മള് ഒരു സദൺ റീജിയൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഷ്ടം തന്നെയാണ് യാത്ര. കാരണം ഒരു ലൈവായിട്ടുള്ള ഒരു സീൻ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ട്രെയിനിന്റെ ഏറ്റവും ഡോറിന്റെ അടുത്തുള്ള സീറ്റിൽ ഒരാള് ഫോൺ കളിച്ചിരിക്കുക. പെട്ടെന്ന് ഒരു ട്രെയിൻ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോഴേക്കും ഇങ്ങനെ സ്ലോ ആക്കി തുടങ്ങുമല്ലോ. ഒരാൾ ഇപ്പുറത്ത് കൂടെ കയറി ഒറ്റയടിക്ക് ഇയാൾ ഫോൺ എടുത്തിട്ട് നേരെ ആ ഡോറിലോട്ട് ഇറങ്ങി ഓടി. പിന്നെ ആരും കാണല്ല, ഇയാൾ എന്ത് ചെയ്യാനാണ്, ആരാണെന്നും കൂടെ അറിയില്ല. അങ്ങനെ പിന്നെ അതേപോലെ ചെരുപ്പ് പറയാനാണെങ്കിൽ പുതുതായിട്ട് അന്ന് വാങ്ങിച്ച ചെരുപ്പ് ഞാൻ രാത്രി കയറുമ്പോൾ ബർത്തിന് താഴെ സീറ്റിന്റെ അടി വെച്ചു, രാവിലെ ഇറങ്ങിയപ്പോൾ ചെരുപ്പ് കാണാനില്ല. അല്ല അതൊക്കെ അങ്ങനെ. പിന്നെ ഇത് അന്ന് ആ പേഴ്സ് പോയി, ഭാഗ്യത്തിന് ഫോൺ പോയില്ല, പക്ഷെ പേഴ്സ് പോയിട്ട് ഒരുപാട് ബുദ്ധിമുട്ട്. അന്ന് ഈ പറയുന്ന പോലെ ജിപേ ഒന്നും ഇല്ല, കയ്യിലുണ്ടായിരുന്ന പൈസ പോയി. അവസാനം പിന്നെ എങ്ങനെയൊക്കെ ഒപ്പിച്ച്, ഐ മീൻ ഒരു ഡെബിറ്റ് കാർഡ് ഉള്ളത് ബാഗിലുള്ളതിനെ കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോയതാണ്. പക്ഷെ അതേ സമയം ഞാൻ എപ്പോഴും പറയുന്ന ഒരു നല്ലൊരു അനുഭവമുണ്ട്. ഞാൻ അന്ന് തിരിച്ചു വന്നത് ജനറൽ ടിക്കറ്റ്, അതൊക്കെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. ഡൽഹിയിൽ നിന്ന് ജനറൽ ടിക്കറ്റ് എടുത്ത് ജനറൽ കമ്പാർട്ട്മെന്റിലാണ് വരുന്നത്. പിന്നെ അന്ന് അങ്ങനെയൊക്കെ അതെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സൗരവ് മുന്നേ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ റിസ്ക് എലമെന്റ് ആലോചിക്കുമ്പോൾ ശരിക്കും അങ്ങനെയൊന്നും ചെയ്യൂല. ഇപ്പൊ ശരിയാണ്, ഇപ്പൊ റീസെന്റ് ഞാൻ പോയ സമയത്ത് നമ്മൾ തേർഡ് എ സിയോ അല്ലെങ്കിൽ എ സിയോ കോച്ചൊക്കെ പ്രിഫർ ചെയ്യണുള്ളൂ, കംഫർട്ട്. അങ്ങനെ അന്ന് ശരിക്കും അന്ന് കിട്ടിയൊരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ എനിക്ക് തണുപ്പ് പെട്ടെന്ന് പിടിക്കും. പ്രത്യേകിച്ച് കാറ്റടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രത്യേകിച്ച് സ്ലീപ്പറല്ലേ, ആ ഒരു വിൻ്ററിൻ്റെ ഒക്കെ സമയം അവിടുത്തെ തണുപ്പും. രാത്രി ഞാൻ നമ്മൾ സീറ്റ് കിട്ടിയിട്ടുണ്ട്, സീറ്റിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ രാത്രി ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്, തണുത്തിട്ട് ഞാൻ ഇങ്ങനെ ചുരുങ്ങി പോകുന്നുണ്ട്. ഐ മീൻ സെക്കൻഡ് അതായത് തൊട്ടപ്പുറത്ത് വിൻഡോ സീറ്റിൻ്റെ രണ്ടാമതാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ എന്തോ അറിയില്ല ഉറങ്ങിപ്പോയി. രാവിലെ നീറ്റപ്പോൾ ഞാൻ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു അത്യാവശ്യം പ്രായമുള്ള ഒരാളാണ്, ഉപ്പുപാൻ്റെ ഒക്കെ പ്രായം ഉണ്ടാവും, ഒരു 10-60 വയസ്സുള്ള ആള്. അപ്പൊ ആളെ മടിയിലാണ് ഞാൻ കിടക്കുന്നത്. ആള് നല്ലൊരു കമ്പിളി പുതപ്പ് എടുത്തിട്ട് എന്റെ പുറത്തൂടെ ഇങ്ങനെ പുതച്ചിട്ടിക്കണം. എന്നിട്ട് ഞാൻ കിടന്നു കുഴപ്പമില്ലായിരുന്നു. പിന്നെ അങ്ങനെ അപ്പൊ തന്നെ നീറ്റ്. എന്നിട്ട് ആള് പറഞ്ഞു എന്ത് വിറക്കലായിരുന്നു ഇന്നലെ തണുത്തിട്ട്, എന്തായിരുന്നു ഇങ്ങനെ ചുരുങ്ങി പോകണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ വിളിച്ച് പറഞ്ഞു ഏതായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ ആള് ആ ഒരു കരുതൽ, ആ സ്നേഹം ഉണ്ടല്ലോ, അത് ഇപ്പോഴും ഞാൻ പറയലുണ്ട്. ശരിക്കും ഒരു യാത്രയുടെ അനുഭവം പറയുമ്പോൾ ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യമാണ് അത്. ശരിക്കും ഇപ്പോഴും ഞാൻ ആ ഒരു മുഖം ഇപ്പോഴും എന്താ പറയാ മനസ്സിലുണ്ട്. ഒരു അത്യാവശ്യം ഒരു താടിയൊക്കെ ഉള്ള ഒരു വെള്ള ഷർട്ടൊക്കെ ഇട്ടേണ്ട ഒരു ആള്. ഭയങ്കര അങ്ങനെ നല്ല അനുഭവങ്ങളും ഇതും. പിന്നെ നമ്മൾ ഒരുപാട് പഠിക്കുന്നു. ഇപ്പം ഞാനാണെങ്കിലും ഭാഷ ഹിന്ദി ശരിയാണല്ലോ, നമുക്ക് 10th വരെ ഹിന്ദി ഉറുദു ഒക്കെ സബ്ജക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ അത് പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്ത് തുടങ്ങിയത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ്. കാരണം ഒറ്റയ്ക്ക് ആകുമ്പോൾ വേറെ നിവർത്തില്ല, ഭാഷകൾ പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുക. അങ്ങനെ പിന്നെ ഒരുപാട് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യണത്. പിന്നെ ഈ കൗച്ച് സർഫിങ് അറിയില്ലേ, എന്നാ ഞാൻ ഒരു സമയത്ത് UP പോയ സമയം, ആഗ്രയിൽ പോകുന്ന സമയത്ത്, ഇന്ത്യയിൽ ഇപ്പോഴും അത്ര ആക്റ്റീവ് ഒന്നുമല്ല. ഇവൻ ഞാൻ ഇപ്പൊ യൂറോപ്പിൽ എത്തിയിട്ട് ഇതുപോലെ ഉപയോഗിച്ചിട്ട് ഒരാളെടുത്ത് അങ്ങനെ നിന്നിരുന്നു. അന്ന് ഇതേപോലെ ഒരാള് ജസ്റ്റ് റാൻഡായിട്ട് ആപ്പിനെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞപ്പോ, അന്ന് ഈ പറഞ്ഞ പോലെ സോളോ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്, സോളോ യാത്രക്കാർ. അങ്ങനെ എവിടുന്നാണ് എനിക്ക് ആപ്പിനെ പറ്റി കിട്ടുന്നത്. അങ്ങനെ UP ഈ ആഗ്രയിലുള്ള ഒരാള് വിമൽ അങ്ങനെ എന്തോ ആണ് ആളെ പേര്. ആള് ഇങ്ങനെ ജസ്റ്റ് അതിൽ കൊടുത്ത ആള് ഇങ്ങനെ ചെറിയൊരു വീട്, ഐ മീൻ അവർ വീടിന്റെ പ്രത്യേകിച്ച് അറിയാലോ നോർത്തിലൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ. ആള് ഇതേപോലെ ആ ചെറിയൊരു വീട്ടില് ആള് ആകെ ഒരു ചെറിയൊരു ബെഡേ ഉള്ളൂ. ആളെ ബെഡിൽ എന്നെ കിടത്തി താഴെ പുള്ളി കടന്ന് അങ്ങനെ ഹോസ്റ്റ് ചെയ്ത് അങ്ങനെയുണ്ട്. ഷൗട്ട് ഔട്ട് വിമൽ. അപ്പൊ ഒരു സ്ഥലം നമ്മൾ പോയി കാണുന്നില്ലല്ലോ, അവിടുത്തെ ആൾക്കാർ നമുക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസ് എല്ലാം. കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞപ്പോ ഈജിപ്ത് പോയി നമുക്കത് ഒരു നെഗറ്റീവ് വൈബ് അവിടെ എത്ര വലിയൊരു ഇതുണ്ടെങ്കിലും അവിടെ ആൾക്കാർ കാരണം വരില്ലേ ഫീൽ ചെയ്തു. ഇതിപ്പോ നേരെ ഓപ്പോസിറ്റ് കണ്ട ആൾക്കാർ വെൽക്കമിങ്. അപ്പൊ ഡിപ്പെൻസ് ആണ്, ആളുകള് പല സ്ഥലത്ത് ഇപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ എവിടെ ചെന്ന് പെടുന്നു എന്നുള്ളതാണ്, ആരെ കയ്യിൽ ചെന്ന് പെടുന്നു എന്നുള്ളതാണ്.
പിന്നെ യാത്ര പറയുമ്പോ ഇപ്പൊ എസ്പെഷ്യലി നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ അല്ല, ആ ജേണിക്കാണ്. നമ്മള് പോയിട്ടുണ്ടല്ലോ, നമ്മള് മുംബൈക്ക് നമ്മള് വിസയുടെ ആവശ്യത്തിനൊക്കെ പോണ സമയത്ത് പറയുമ്പോ ഒരു ദിവസത്തോളം ട്രിപ്പിൽ അങ്ങനെ ഇരിക്കുമ്പോ എത്ര ആൾക്കാർ വന്ന് മാറിപ്പോകും, എത്ര ആൾക്കാരോട് സംസാരിക്കും. ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യണ ഇന്ത്യ ഒരു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഇതാണ് റെയിൽവേ. അത്രയും ആൾക്കാർ ഡെയിലി യൂസ് ചെയ്യണ ഒരു സംഭവമാണ്. എത്ര ആൾക്കാർ വന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഇന്ത്യൻ റെയിൽവേയില്. ഞാൻ ഈ പറഞ്ഞ പോലെ കോളേജിൽ നിന്ന് ഞങ്ങള് മണാലി പോയ സമയത്ത് ഞങ്ങള് ഡൽഹി വരെ, ഡൽഹി ടു ആഗ്ര അങ്ങനെയായിരുന്നു. ഇവിടുന്ന് ഡൽഹിക്ക്, പിന്നെ തിരിച്ചവിടുന്ന് പഞ്ചാബിൽ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും 2 days പ്ലസ് ഏകദേശം ഞങ്ങൾ ട്രെയിനിലെ യാത്ര ചെയ്യുന്നത്. 60 പേരാണ് പോകുന്നത് കോളേജിൽ നിന്ന്. ഒരു ബോഗി ഫുൾ 3rd ഇയർ പഠിക്കുന്ന ഞങ്ങൾ 60 പേര് ഫുൾ ഒരു 2 ബോഗീസിൽ സ്പ്ലിറ്റ് ആയിട്ട് 2 ബോഗീസ് ഫുൾ ഞങ്ങൾ. അപ്പോൾ ഒന്ന് ആ വൈബ് ആലോചിച്ച് നോക്കുക, അത്രയും ആൾക്കാരുടെ സ്ട്രെങ്ത്തിൽ ഭയങ്കര രസമായിരുന്നു. ഫുള്ള് പാട്ടും തിരിച്ചു പോരുന്ന സമയത്ത് ആർമി ആയിരുന്നു, ആർമിക്കാരും ഉണ്ടായിരുന്നു. ഫുൾ ഫണ്ണായിരുന്നു. അത് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. വേറെ പിന്നെ വേറെ ട്രെയിനിലല്ലാത്ത ജേർണികൾ വേറെ ഏതാ മറക്കാൻ പറ്റാത്തത്? എനിക്കിപ്പോ മറ്റേ 10ാം ക്ലാസ് റിസൾട്ട് ടൈമില് റിസൾട്ട് വരുമ്പോ നാട്ടിൽ നിൽക്കണമെന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ബൈക്കും കൊണ്ട് ഊട്ടി പോയി. അന്ന് ഇപ്പം പറഞ്ഞ പോലെ എനിക്കൊരു സാധനം മിസ്സായി. എൻ്റെ എൻ്റെ ബൈക്കാരല്ല, അന്ന് എനിക്കൊരു RC200 ആണ് ബൈക്കുണ്ട്. നല്ലൊരു ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, 1000 അന്നത്തെ 1000 റേഞ്ചിലുള്ള. എന്നിട്ട് ഞാൻ ബൈക്കിൽ ഹെൽമെറ്റ് വെച്ചിട്ട് ഊട്ടിന്ന് ജസ്റ്റ് ഒന്ന് ചായ എടുക്കാൻ തിരിഞ്ഞാൽ ഹെൽമെറ്റ് കാണാറില്ല. ഇങ്ങോട്ട് ഹെൽമെറ്റ് ഇല്ലാതെ വന്നത് വേറെ കാര്യം, അത് വേറൊരു ടൈപ്പ് ഓഫ് ജേർണി. MVD പ്ലീസ് നോട്ട്. അല്ല ആ സമയത്ത് അത്ര അല്ല അത് പറഞ്ഞ ക്യാമറ ഒന്നുമില്ല, നമ്മള് കംഫർട്ട് നോക്കൂലോ, നമ്മളങ്ങോട്ട് ആ പോകുന്ന ആ ഒരു ടൈപ്പ്. RC-ലൊക്കെ ഈ ഊട്ടി പോകാറ നല്ല ട്രെയിനിങ് ആണത്. ആ ക്രൂയിസർ ബൈക്ക് അല്ലല്ലോ, അഡ്രിനാലിൻ റഷ് അല്ലേ, അതിന്റെ പുറത്ത് പോവാണ്. അതൊക്കെ നമുക്കൊരു യാത്ര കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിൽ വന്നപ്പോ നമുക്കൊരു നല്ല യാത്ര അനുഭവം ഉണ്ട്. നമ്മുടെ നാട്ടില് ഒരുമിച്ചാണെങ്കിൽ എന്തേലും ഉണ്ടാവും. ഞങ്ങള് കഴിഞ്ഞ വട്ടം നാട്ടിൽ പോയിട്ട് ഒരു ഫ്രണ്ടിന്റെ വണ്ടിയും കൊണ്ട്, ഫോർഡ് എൻഡേവറും കൊണ്ട് ഞങ്ങള് ആലപ്പുഴ പോയി. അപ്പോ അന്ന് ഞാൻ അവനോട് എടുക്കണതിന് മുന്നേ ഞാൻ ഒന്ന് ചോദിച്ചു, ഉറപ്പാണോ ഈ വണ്ടി എടുക്കണോ, ഇന്ത്യയിലെ വണ്ടി എടുക്കണോ? അപ്പൊ പറഞ്ഞു ഇല്ലടാ, ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ, പോവാ. ഓക്കെ, ഞങ്ങൾ അവിടെ പോയി. നല്ലൊരു ഞായറാഴ്ച ആയിരുന്നു. എൻഡേവർ അറിയാലോ, നല്ല അടിപൊളി ഓടിക്കാൻ പഠിച്ചു വിട്ട് ഞങ്ങൾ അവിടെ പോയി. അടിപൊളി ട്രിപ്പ്. അതുവരെ ഞങ്ങൾ അന്ന് ആലപ്പുഴ അടിച്ചു പൊളിച്ചു. പിറ്റേന്ന് രാവിലെ ഞങ്ങള് നേരത്തെ 4 മണിക്കൊക്കെ നീറ്റ് കയാക്കിങ്ങിനൊക്കെ പോയി. മറ്റേ പുന്നമ്മയുടെ കായലില് സൺറൈസ് ഒക്കെ കണ്ട്. അപ്പൊ അന്ന് ഇത് കയാക്കിങ് ചെയ്തപ്പോ ഇച്ചിരി വേദനയൊക്കെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമ്മളെന്തായാലും നാട്ടിൽ പോവല്ലേ, നമ്മുടെ വണ്ടിയും കൊണ്ട് ഞങ്ങള് നാട്ടിലേക്ക് തിരിക്കുക. അങ്ങനെ ഒരു കൂട്ടം രണ്ട് യുവാക്കള് നാട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോ കുറച്ചു നേരത്തിപ്പോ വണ്ടിയുടെ AC ചെറുതായിട്ട് നിന്നു. അല്ല വണ്ടി നമ്മള് തിരിച്ചു വന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ വണ്ടിയിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അവിടെ എന്തൊക്കെയോ ലൈറ്റ് ഒക്കെ മിന്നി പോണ്ട്. അപ്പൊ AC നിന്നു. അപ്പൊ ഞങ്ങള് ചോദിച്ചു പ്രശ്നം എന്തേ ഉണ്ടാവോ ചോദിച്ചപ്പോ പറഞ്ഞു ഇല്ലല്ല പോവാ. ഞങ്ങൾ കുറച്ചു പോയപ്പോ AC കംപ്ലീറ്റ് ഓഫായി. അതിൽ എഴുതി കാണിച്ചു, വാർണിംഗ് വന്നു സ്ക്രീനിൽ. അപ്പൊ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ പോയി കാണിച്ചപ്പോ അവര് പറഞ്ഞു വണ്ടിയുടെ ബാറ്ററിയില് ചാർജ് ആവില്ല, ആ ഡൈനാമോ പോയിണ്ട്. അപ്പോ ഇത് ആലപ്പുഴയാണ് അലക്കണം. നൗഫല് ആ വെള്ളിയാഴ്ച തിരിച്ച് പോളണ്ടിലേക്ക് വരികയാണ്. ഇതൊരു ചൊവ്വാഴ്ച എന്തോ ആണ്, ചൊവ്വാഴ്ചയോ തിങ്കളാഴ്ചയോ ഒന്നാണ്. അപ്പൊ ഞങ്ങളൊരു കുഴപ്പമില്ല, മാറ്റിക്കോളി, പ്രശ്നം അതല്ല, ഇതിന്റെ പാർട്സ് ഇവിടെ അല്ല, ഒരാഴ്ച എടുക്കും വരാൻ. വണ്ടി ഒന്നെങ്കിൽ ഇവിടെ നിർത്തിയിടണം, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഇപ്പൊ ഓഫാക്കരുത്, ഓഫാക്കാതെ രണ്ടും കൽപ്പിച്ച് നാട്ടിലേക്ക് വിടണം പറഞ്ഞു. ഞങ്ങള് ഓക്കെ, നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റൂല, ഫ്രണ്ടിന്റെ വണ്ടിയാണ്, തിരിച്ചു കൊണ്ടേ കൊടുക്കണം. പിന്നെ വെള്ളിയാഴ്ച നാട്ടിലേക്ക് പോകണം, തിരിച്ച് പോളണ്ടിലേക്ക് വരണം. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് പോകാൻ തുടങ്ങി. പോണ വഴിക്ക് വണ്ടിയിൽ അതേമാതിരി ഓരോ പ്രശ്നങ്ങൾ, ചെറുതായിട്ട് മരിക്കുന്നല്ല, അതുപോലെ ഓരോരോ സാധനം ഓഫ് ചെയ്ത് അവസാനം പവർ സ്റ്റിയറിംഗും. അതല്ല, അത് ഫുൾ കഥ പറയണം. ഇവിടെ ഞങ്ങൾ എന്നിട്ട് വേറൊരു സ്ഥലത്ത് പോണ വഴിക്ക് എറണാകുളം എത്തിയപ്പോഴേക്കും അവിടെ ഫോർഡിൽ ഞങ്ങൾ കയറ്റി, കൈഡ്ലി ഫോർഡിൽ കയറ്റിയിട്ട് അവര് പറഞ്ഞു ഇത് റിസ്ക് ആണ് ഈ വണ്ടിയും കൊണ്ട് നാട്ടിൽ പോണത്, എപ്പോ വേണേ ഓഫ്. അപ്പൊ വൈകിട്ടായി, രാവിലെ 5 മണിയായി. ഞങ്ങള് രാവിലെ കയാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് പുറം കൈയൊക്കെ നല്ല വേദനയാ. എന്നിട്ട് അവിടെ നിർത്തിയിട്ട് ഓരോ തൽക്കാലത്തിന് ബാറ്ററി ചാർജ് ചെയ്ത് തരാം, എന്നിട്ട് നിങ്ങൾ അതും കൊണ്ട് പോയിക്കോളി പറഞ്ഞിട്ട്
ഞങ്ങളാളും കൊണ്ട് പോവേ. രാത്രി തിരിച്ച് ഫുഡൊക്കെ കഴിച്ച്. പക്ഷെ നമ്മള അന്ന് എറണാകുളത്ത് നിന്ന് എന്തോ കഴിക്കണം കരുതിയിട്ടാണ് രാവിലെ തന്നെ ഇറങ്ങുന്നത്. എന്തോ കള്ള് ഷാപ്പിൽ നിന്ന് എന്തോ ഫിഷ് എന്തോ കഴിക്കണം, ഫിഷാ കള്ള് ഷാപ്പിൽ നിന്ന് ഫിഷ് കറി ഇത് കഴിക്കണം എന്ന് വിചാരിച്ചു. അതും പാളി. എന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോ ഞങ്ങൾ അവിടുന്ന് ഒരു ഫുഡൊക്കെ കഴിച്ച് പിന്നെ വരിക. രാത്രി വരുമ്പോ ഏതൊക്കെയോ റോട്ടിൽ കൂടെ അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടിയുടെ പവർ സ്റ്റിയറിംഗ് പോയി. പവർ സ്റ്റിയറിംഗ് അപ്പൊ ഞങ്ങളാകെ പാനിക്കായി. ഞാൻ ഓടിക്കണം. അപ്പൊ എന്നോട് പറഞ്ഞു വണ്ടിയുടെ പവർ സ്റ്റിയറിംഗ് അപ്പം പറഞ്ഞു പോട ചെങ്ങായി നോളാറിയല്ലേ. പക്ഷെ വണ്ടി തിരിയില്ല, ഇലക്ട്രിക് ഇത് പോയി. അപ്പൊ ഫ്രണ്ടിനെ വിളിച്ചു, ഒരു കാറിനെ പറ്റി അങ്ങനെയൊക്കെ നമ്മള് മലപ്പുറം എത്തി എങ്ങനെയൊക്കെയോ. എന്നിട്ട് അതിനുശേഷം എനിക്ക് ഫോർഡ് എൻഡേവർ പറയുമ്പോ ചെറിയൊരു ട്രോമ. രാത്രി അതിന്റെ ഹെഡ്ലൈറ്റ് പോയി, ഇരുട്ടത്തിന്റെ ഹെഡ്ലൈറ്റും ഇല്ല പവതും ഇല്ലാതെ ഒരു പമ്പ് കയറ്റിട്ട് അവിടെ നിർത്തി. ഫ്രണ്ടിനെ വിളിച്ചപ്പോ പറഞ്ഞു ഇത് റിസ്ക് അല്ലേ നാട്ടിക്ക് ഇതും കൊണ്ട് പോരുന്നത് വെച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു വേറെ വഴിയില്ലേ ബൈ. അതൊക്കെ അങ്ങനെ ബാറ്ററി ചാർജ് ചെയ്തത് പിറ്റേന്ന് രാവിലെ മഞ്ചേരിന്ന് ഫ്രണ്ട്സ് വന്നു ഞങ്ങളെ കൊണ്ടുപോകാൻ. എന്നിട്ടാ പോയത്. അത് രാത്രി എത്ര 4 മണിക്കോ 3 മണിക്കോ 4 മണി. അപ്പൊ ഈ ഫോർഡൊക്കെ നിർത്തി പോയിട്ട് പാർട്സ് കിട്ടണത്. വണ്ടിയൊക്കെ അടിപൊളിയാണ്. ഇതേമാതിരി മര്യാദക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. അതാ ഈ അടുത്ത് മറക്കാനാവാത്ത ട്രിപ്പ്. അതായത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അവസാനം നമ്മളെന്താ ചെയ്യാ, ഹെൽപ്ലെസ് ആണ് ചില കാര്യങ്ങളില്. പറയുമ്പോ എന്തുണ്ടായിട്ടും ആ സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, എന്തുണ്ടായിട്ടും കാര്യമില്ല. നമുക്ക് ഈ പാർട്സ് വന്നിട്ടേ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. അതിന് മുമ്പത്തെ വർഷം നമ്മള് കേരള ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ അഡ്ജസ്റ്റ് കേരള അല്ലെ. നമ്മള് ഓരോരോ സ്ഥലത്തും നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട്. തിരുവനന്തപുരം, ചങ്ങനാശ്ശേരി അങ്ങനെ പോയിട്ട് അത് വേറെ രസം. അത് കൊറോണ അത് നമ്മളെ കേരളത്തിലുണ്ട്. അതെന്തോ ഭാഗ്യൊന്നും പറ്റിയില്ല. അത് നല്ല കാര്യമായിരുന്നു അല്ലെ. നാട്ടിൽ അങ്ങനെ യാത്രകളൊക്കെ പറയുമ്പോ നമ്മളിപ്പോ നാട്ടിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും നാട് എന്ത് മാറിയുണ്ട്, എത്ര മാറി നാട്. നല്ല ഈസിയാണ് ഇപ്പൊ ട്രാവലിംഗ്. ആന മാത്രമൊന്നല്ല, മഞ്ചേരിന്ന് ആകെ 3.5 മണിക്കൂർ ഊട്ടിയിലോട്ട് ഞങ്ങൾ 16 മണിക്കൂർ എടുത്തിട്ട് എന്ത് പോയിക്കോട്ടല്ലോ. ഊട്ടിക്കഥ പറ. സൗരഭ് ഓൾറെഡി ഒരു ട്രാജഡി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആഡ് ചെയ്യാം. അന്ന് സൗരഭ് ഉണ്ട്, അപ്പൊ ഇയാണ് അതിന്റെ ആള്. ശരിക്കും ഞങ്ങൾക്ക് മഞ്ചേരിയിൽ നിന്ന് നാടുകാണി ചുരം വഴി ഊട്ടിലോട്ട് എത്തിയാൽ മതി. ഒരു കൗതുകത്തിന് മുള്ളി വഴി ഊട്ടിലോട്ട് പോവാ. മുള്ളി വഴി. അപ്പൊ നമ്മള് നമ്മള് ഓൾറെഡി നാട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകി. രാവിലെ പുലർച്ചെ ഇറങ്ങണം പറഞ്ഞ ആൾക്കാര് 8 മണി. ഓരോരുത്തരെ അറിയാലോ ട്രിപ്പിന്റെ അത് അങ്ങനെ എത്തി ഞങ്ങൾ മുള്ളി വഴി പോവാണ്. അവിടെ അപ്പോ ചെക്ക് പോസ്റ്റ് അടച്ച്. അപ്പൊ അത് ആ വഴി ഫ്ലോപ്പായി. അപ്പൊ ഇനി അവിടുന്ന് തിരിച്ചു പോലെ നടക്കൂല. അപ്പൊ ഞാനക്കട്ടി വഴി കുറച്ച് കറങ്ങി തിരിഞ്ഞു പോണം, മേട്ടുപ്പാളയം വഴി. അപ്പൊ ഓക്കെ എന്തായാലും ഇറങ്ങി തിരിച്ചല്ലോ. അപ്പോഴും ഉച്ചയായിട്ട് ഞങ്ങള് പകുതി വീട്ടിലേക്ക് വിളിച്ച് എവിടെ എത്തി വയ്ക്കുമ്പോ പോയിക്കൊണ്ടിരിക്കുക. അവസാനം ഒക്കെ എത്തി. അതായത് മേട്ടുപ്പാളയം അവിടെ നിന്ന് അങ്ങോട്ട് പോയി. പിന്നെ ചുരം കയറൽ തുടങ്ങി. ആ വഴിയുള്ള ആനക്കട്ടിയൊക്കെ കഴിഞ്ഞ് ചുരം കയറി തുടങ്ങുമ്പോ അപ്പോഴേ വണ്ടിക്ക് ആദ്യം പറ്റിയത് എന്തേ അതുപോലെ തന്നെ AC അല്ല, വണ്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ചെറുതായിട്ട് AC തണുപ്പ് കുറയണമായി തോന്നി. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ല. നമ്മൾ പറഞ്ഞു അത് കുഴപ്പമില്ല, ചിലപ്പോ അത് പഴയ വണ്ടിയല്ലേ അങ്ങനെയാണ് പറഞ്ഞിട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ ബാക്കത്തെ ആൾക്കാര് ഹോൺ അടിച്ചു ഇങ്ങനെ വരുന്നുണ്ട്. അതില് ഡ്രൈവർ പറയുന്നുണ്ട് ഉമ്മാരോ നമ്മൾ ഹോൺ അടിക്കുന്ന കലിപ്പിട്ടുണ്ട് ഇവൻ. അതില് അവരെ മുന്നിൽ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ വണ്ടിന്ന് ഓയില് ലീക്ക് ഉണ്ട് നല്ല രീതിയിൽ. ഞങ്ങൾ നോക്കിയപ്പോ ഫുള്ള് ലീക്ക്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ റിസ്ക് ആണ് വണ്ടി എടുത്തുകൊണ്ടോ. ചുരത്തിലാ. അപ്പൊ നമ്മൾ അതൊരു ഞായറാഴ്ച പുള്ളി അതും നല്ലൊരു എക്സ്പീരിയൻസ്. വിളിച്ചിട്ട് കിട്ടിയില്ല ആൾക്കാർ. ആദ്യം നമുക്ക് ആ ഒരു നിർത്തി തന്ന ആള് നന്മയുള്ള ലോകമാണ്. നന്മയുള്ള കേരളമല്ല, നന്മയുള്ള ലോകം. ആളുടെ വണ്ടിയിൽ നിന്നുള്ള ഓയില് നമുക്ക് തന്നു. എന്തോ ഭാഗത്തിനാണെങ്കിലും ഓയിലുണ്ട്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ റീഫിൽ ചെയ്തത്. എന്നിട്ട് നമ്മൾ നോക്കി എന്തായാലും ചുരത്തിൽ നിന്നിട്ടും കാര്യമില്ല, എന്തായാലും ടൗണിലോട്ട് എത്താന്നുള്ള ഞായറാഴ്ചയും കൂടെയാണ്. ഊട്ടി ടൗണിലോട്ട് എത്തിയിട്ട് അവിടെ വല്ല വർക്ക്ഷോപ്പ് നോക്കാന്നുള്ള രീതിയിൽ അങ്ങനെ കുറച്ചു നേരം വണ്ടി കൂളാക്കിയിട്ട് പിന്നെ എടുത്തു പോയി. പിന്നെ ഇങ്ങനെ തുടങ്ങി വണ്ടി സ്ലോ ആവല് തുടങ്ങി.
അല്ല നമുക്ക് എത്തിക്കാം, എല്ലാരും അറിയാലോ. ഊട്ടി ഒന്ന് എത്തട്ടെ, എത്തട്ടെ, നമുക്ക് റെഡി അപ്പൊ തന്നെ 15 മണിക്കൂറായി. യാത്ര ഉറപ്പിട്ടുണ്ട്. ഊട്ടി എത്തിയില്ല. എന്നിട്ട് ഇനി എന്താ ഉണ്ടായത് വെച്ചാ വണ്ടി ചുരത്തിലാണ് നിന്നു. ഇതേപോലെ ചുരത്തിന്റെ മധ്യത്തിൽ നിന്നു ഓഫായി പോയി. പിന്നിക്കിങ്ങനെ ഇറങ്ങി പോണ ടൈപ്പ്. ഞങ്ങൾ എന്നിട്ട് ടെൻഷനായി. ഞങ്ങൾ എല്ലാരും കൂടി ഇറങ്ങി എങ്ങനെങ്കിലും ചുരത്തിന്റെ ഒരു വൃത്തിയുള്ള ഒരു സൈഡിലേക്ക് കയറ്റി ഇട്ടു. ഞങ്ങള് ഉന്തി ആക്കി വെച്ച് ഇട്ടിട്ട് മെക്കാനിക്കിനെ വിളിക്കണല്ലോ. നമ്മളെ ആൾക്കാരോടൊക്കെ ചോദിക്കുന്നുണ്ട് മെക്കാനിക്കുകൾ ആരെയുണ്ടോ റോഡ് സൈഡിൽ നിർത്തി. അപ്പൊ അവര് പറഞ്ഞു അങ്ങ് പോലീസ് ഇருக்கு அவங்க കിட்ட പോകാൻ പറഞ്ഞപ്പോ ഞാൻ അവസാനം അവിടെ എടുത്തു, തമിഴ് എടുത്തു. ഞങ്ങള് തമിഴില് പോയിട്ട് മലയാളിയാണോ ഒന്നും മനസ്സിലായില്ല. അബ്ദുൽ കലാം പറഞ്ഞ കാര്യം പറഞ്ഞു, മലയാളത്തിൽ പറയും നമ്മളോട്. എന്നിട്ട് ഞങ്ങള് അവിടെ ഒരു നമ്പർ തന്ന് ഒരാളെ വിളിച്ചു. അയാള് വന്ന് പണി തുടങ്ങി. വണ്ടി മുപ്പര് പറഞ്ഞു ഇത് നേരെയാക്കാൻ പറ്റും, പക്ഷെ കുറച്ച് ടൈം എടുക്കും, നിങ്ങള് കറങ്ങാൻ നിൽക്കണ്ട, തിരിച്ച് വേഗം ഊട്ടി എത്തിക്കഴിഞ്ഞ് തിരിച്ച് നേരെ പോയിക്കോളി പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടെ എത്തി ഇങ്ങനെ പണിയൊക്കെ എടുക്കാണ്ട് പെട്ടെന്നുണ്ട് ഫോറസ്റ്റിന്റെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോടും. അപ്പൊ എന്ത് സംഭവം നമ്മള് ഒക്കെ നോർമലാവും. അതിലൊരാൾ വന്നു, ഇവിടെ എന്താ നിക്കണ്? ഞങ്ങൾ പറഞ്ഞു വണ്ടി കേടായി പറഞ്ഞു. പക്ഷെ ഇവിടെ നിക്കണ്ട, പോയിക്കോളി എന്താ പറഞ്ഞു. മറ്റാക്ക് വിളി വന്നാണ്. പിന്നെ ഈ മെക്കാനിക്കിന് കോൾ ഇട്ട് പറഞ്ഞു ആന ഇറങ്ങിയിട്ടുണ്ട് ചുരത്തില്, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പറഞ്ഞു. അതില് ഞങ്ങള് എന്താ ആകെ പാരിക്കായി, വണ്ടിയില്ല. ഞാൻ ഈ മെക്കാനിക്കോട് പറഞ്ഞു നിങ്ങള് ഇന്നെ നോക്കണം കേട്ടോ പോണെന്ന് പറഞ്ഞു. മെക്കാനിക് ഇവര് പറഞ്ഞു 3 ആൾക്ക് ഇന്റെ ഒപ്പം വരാം, ബാക്കി ഞങ്ങള് 4 ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെന്ത് ബാക്കി 4 ആൾക്കാര് നിങ്ങൾ ആ മരം കണ്ടോ അതിന്റെ പിന്നെ പോയി വിളിച്ചെന്നോളി. ആകെ പാരിക്കായില്ലേ. ഒന്നും ചെയ്യാനില്ല. നമ്മളാണ് ആന നമ്മള് വീഡിയോയിൽ കാണണല്ലാതെ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യല്ലോ. പേടിച്ച് ഇങ്ങനെ അവസാനം വണ്ടി നേരെയായി. ഫോറസ്റ്റുകാർ ബ്ലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ വണ്ടി പോകാതിരിക്കാൻ. വണ്ടി നേരെ ഞങ്ങൾ നേരെ വണ്ടി കൊണ്ട് ഊട്ടി പോയി. ഊട്ടിയിൽ എന്നിട്ട് നേരെ ഒരു റെസ്റ്റോറൻറ്റ് പപ്പിക്ക് രാത്രിയാണ്. അവിടുന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് ബിരിയാണി കഴിച്ച് തിരിച്ചിറങ്ങുന്ന വഴി ആനനെ പറ്റിയൊക്കെ ഞങ്ങൾ മറന്ന് പാട്ടൊക്കെ പാടി ഓരോ പോളണ്ട് കഥകളൊക്കെ പറഞ്ഞ് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുന്നിലുള്ള 2 വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട്. ഇതില് എന്താ നോക്കിയപ്പോ ആന. നമ്മള് ആനനെ കണ്ടില്ല, കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. ഇപ്പം പറഞ്ഞു, ഡ്രൈവർ പറഞ്ഞു ഞങ്ങളോട് പേടിക്കണ്ട, സൗണ്ട് ഉണ്ടാക്കാതിരുന്നാ മതി, സീരിയസ് ആയിട്ട് അവൻ ലൈറ്റൊക്കെ കൂളാ ഇരുന്നു. അപ്പൊ ഞങ്ങള് പിന്നെ ധൈര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, അവൻ നോക്കിക്കോളും നമ്മളെ വിചാരിച്ച് ഞങ്ങൾ ഓക്കെ ആയിരുന്നു. ഈ മുന്നത്തെ 2 വണ്ടി പോയി. ഞങ്ങളിങ്ങനെ പിന്നെ പോയപ്പോ അവിടെ പിന്നെ ഒരു ആന. അപ്പൊ ഞങ്ങളുടെ മുന്നിലും ആന. ഞങ്ങളാകെ പേടിച്ച് എന്താ ചെയ്യണ്ടറില്ല. ഡ്രൈവർ കൂളാ. ഡ്രൈവർ പറഞ്ഞു ഇതൊന്നും നോർമലാണ്, ഇങ്ങനെ ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലം തന്നെ ചോരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവങ്ങനെ പോയിട്ട് പിന്നെ ഞങ്ങൾ താത്തിറങ്ങിയപ്പോ അവനോട് പറഞ്ഞു എക്സ്പീരിയൻസ് പേടിച്ചിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് ധൈര്യം നിന്നിട്ട് ഒന്നിട്ട് അപ്പൊ ഇത് കണ്ടല്ലേ ഞാൻ കണ്ടിട്ടൊന്നുമില്ല എങ്ങനെയാണ്. പക്ഷെ അത് അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പിന്നെ പുള്ളിയും കൂടെ അന്ന് ശരിയാ, ഡ്രൈവ് ചെയ്യുന്ന ആളെ അവർക്കാണ് ആ ഒരു ഇത് വേണ്ടത്. വണ്ടി ഓഫ് ആവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. ഒരു ഗിയർ വണ്ടിയൊക്കെ ആകുമ്പോ ചിലപ്പോ കിട്ടിയില്ലെങ്കിലൊക്കെ ഓൾറെഡി വണ്ടി പകുതി കണ്ടീഷനാണ്. അതെ, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു യാത്രയുടെ. സെയിം ആനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു ഫാമിലി ഇതുപോലെ മസനഗുഡി കുറെ മുന്നാണ്. അപ്പോ ഈ മസനഗുഡി ആ റൂട്ടിൽ പോയപ്പോൾ ഇങ്ങനെ ആനനെ കണ്ടു. സൈഡിൽ ഇങ്ങനെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ കുറച്ച് ദൂരത്തായിട്ട് ആനനെ കാണുന്നത്. അപ്പോൾ വണ്ടി നിർത്തി, കുറച്ച് നല്ല ദൂരമുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആ സൈഡിൽ ഇങ്ങനെ എല്ലാവരും നോക്കിക്കുക, ആന ഫാമിലിയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിൽ പെങ്ങള് സുമോ ആണ് വീട്ടിലുള്ള വണ്ടി. അപ്പോൾ പെങ്ങള് ബാക്കിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആ സൈഡിലെ കോർണറിലായിരിക്കണം. അപ്പോൾ ഇവള് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ലെഫ്റ്റേക്ക് നോക്കിയപ്പോട്ട് ഒരു ആന ഓടി ഇങ്ങനെ വരുന്നുണ്ട് വണ്ടിന്റെ അടുത്തേക്ക് കാട്ടിന്ന്. അതില് വെള്ളം കിട്ട് അലറി. ഇപ്പൊ ആ വണ്ടി എടുക്കുക ആന ആരനെ. അതിലിപ്പ എന്താ പറയണോ, ആന ദൂരത്തല്ലേ, എല്ലാരും അങ്ങോട്ട് നോക്കണേ, അത് ദൂരത്തല്ലേ, എന്തിനാണ് ഇപ്പൊ വണ്ടി എടുക്കുക കരുകണ്. അതില് ഇപ്പൊ വണ്ടി എടുത്തു. അപ്പോഴൊരു സൗണ്ടാണ് കേട്ട്, കാരണം ഓടി വരുന്നിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഓടിയായിരുന്നു. ചാർജിങ് ആണ്. അതില് വണ്ടി എടുത്ത് പോയി. അപ്പൊ എല്ലാരും നോക്കിയപ്പോ ആന ഏകദേശം വണ്ടീന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അത് ഭയങ്കര ഷേക്കിംഗ് ആയി എല്ലാവർക്കും. ഒരു ഇവള് പ്രത്യേകിച്ച് ട്രോമ ആയി. ഇപ്പോഴും പറയാ ആനക്കഥ കണ്ടിണ്ടാവും. അത് ഭയങ്കര ഇന്റിമിഡേറ്റിംഗ് അല്ലേ. അതെ, മസനഗുഡി ആ റൂട്ടിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വൈൽഡ് ലൈഫിന് കാണാം. അതിൽ പോയ സമയത്ത് ഞാനും എന്റെ കസിൻസും ഇതിന് മുന്നേ ഊട്ടി പോയ സമയത്ത് അവിടുന്ന് ഞങ്ങള് ഡ്രോൺ പറത്തി. ഞാന് ആ കാട്ടില്
പാടില്ലല്ലോ. പാടില്ല. ഡ്രോണ് പറത്തി ആദ്യം ഒരു വിഷ്വലൊക്കെ എടുത്തു, അത് നല്ല അടിപൊളി വിഷ്വലൊക്കെ കിട്ടി. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ മസ്നഗുഡി ഏറ്റവും എൻ്റെ ഹെയർ ക്ലിപ്പ് ബെൻഡിന്റെ അങ്ങോട്ട് എത്തുന്ന ആ ഭാഗത്ത് നല്ല വ്യൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഒരു ക്ലിപ്പ് എടുക്കാണ്ട്, കാർ ഇങ്ങനെ പോണത് നമ്മുടെ ഡ്രോൺ ബാക്കിൽ, അങ്ങനെ ഒരു ക്ലിപ്പ് എടുക്കണം പറഞ്ഞിട്ട് ഇറങ്ങി ഡ്രോൺ അങ്ങോട്ട് പറത്തിയതും ഇതേ വരുന്നു ഫോറസ്റ്റിന്റെ വണ്ടി. അയാൾ നേരെ വന്നിട്ട് മുന്നിലിട്ടിട്ട് കയറി വണ്ടി കയറാൻ പറഞ്ഞു. അപ്പൊ നമ്മള് കുറെ അപ്പൊ സോറി നമ്മള് പറത്തിയിട്ടില്ല, തുടങ്ങണുള്ളൂ, ക്ലിപ്പൊന്നും ഇല്ല, ഒന്നും സംഭവിച്ചില്ല. വണ്ടി കയറ്റി നേരെ മസനഗുഡി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അയാള് നേരെ പോയിട്ട് അവിടുത്തെ ലോക്കപ്പ് തുറന്നു. അയാൾ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് ലോക്കപ്പ് തുറന്ന് ഞങ്ങൾ ഇത് കഴിഞ്ഞു. എനിക്കാണെങ്കിൽ ഇവൻ പറഞ്ഞ അന്ന് പറഞ്ഞ പോലെ ഒരാഴ്ചന്റെ ഉള്ളിൽ പോളണ്ടിലേക്ക് തിരിച്ചു വരും വേണം. അപ്പോ കൊറേ സംസാരിച്ചു, എങ്ങനെയെങ്കിലും ഇത് വിഷ്വൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാം, ഒഴിവാക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നാമത് കാണിക്കുക, വിഷ്വൽസ് ഒക്കെ കാണിക്കുക, എടുത്ത വിഷ്വൽസ് ഒക്കെ കാണിക്കാൻ. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിനോടൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് ഫോണിലേക്ക് ഓട്ടോ സേവ് ആകും, അപ്പോൾ ഫോണിൽ അതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഫോണിലത്തൊക്കെ എല്ലാം ഡിലീറ്റ് ചെയ്ത് എന്നിട്ട് ഞങ്ങളെ കൊണ്ട് ഫൈൻ അടപ്പിച്ചു. 5000 രൂപ ഫൈൻ അടപ്പിച്ച് റെസിപ്റ്റും കാര്യങ്ങളൊക്കെ തന്നു. എന്നിട്ട് വാണിംഗ് ഒക്കെ തന്നിട്ട് പറഞ്ഞു ഇത് ശരിക്കും ഉള്ളിൽ കിടക്കാനുള്ള കാര്യമാണ്, ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല, ഫോറസ്റ്റ് ഏരിയയിൽ ഡ്രോൺ പറത്താൻ പാടില്ല. ശരിക്കും എന്തിനാ ഡ്രോൺ പറത്തിയത്? എന്തിനാ ഡ്രോൺ പറത്തിയത്? കാണാനല്ലേ. ശരിക്കും അത് പറ്റില്ല. വൈൽഡ് ലൈഫിനെ അതന്നെ പറഞ്ഞത്. നിങ്ങളിപ്പോ ഹണ്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെയാണ്. ആദ്യം നോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ആന എവിടെയുള്ള നോട്ട് ചെയ്യാൻ ഡ്രോൺ പറത്തിയിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വിട്ടു. ഫൈൻ അടച്ചോ, എന്നാലും ഫൈൻ അടച്ചാലും കുഴപ്പമില്ല, ഡ്രോൺ തിരിച്ചു വാങ്ങണല്ലോ. അപ്പോൾ ഡ്രോൺ വാങ്ങി. പക്ഷെ ഫൂട്ടേജ് മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്നു സേവ് ആയിട്ട്. ആരെയും അപ്പൊ മസനഗുഡി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഷൗട്ട് ഔട്ട്. യാത്രകളില് അല്ല നമ്മള് നേരത്തെ പറയാൻ വന്ന പോയിന്റ് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ 7 വർഷമൊക്കെ ഇവിടെ നിന്ന് പോകുമ്പോ ഓരോ വർഷം നാട്ടിൽ പോകുമ്പോ നാട് മാറുന്ന മാറ്റം ഭയങ്കര എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പണ്ടത്തെ മാതിരി ഒന്നുമല്ല ഇപ്പൊ, എത്ര മാറി കാര്യങ്ങള്. ഇപ്പൊ നമ്മള് ശരിക്കും നമ്മള് മൂന്നാളും ഷെയ്ൻ ഓൾറെഡി 90s ആവും, നമ്മള് മൂന്നാളും 90s 2000 വല്ലാത്തൊരു ഇതാ. അപ്പൊ ആ ഒരു കാലഘട്ടം ഭയങ്കര അടിപൊളി ചെയ്യുന്നില്ലേ? നമ്മള് വളർന്നു വരുന്ന കാലഘട്ടം മെമ്മറീസ് ഒക്കെ ഓർമ്മ ഉണ്ട് എനിക്ക് എന്തേലും? എനിക്ക് ഏറ്റവും വലിയ മെമ്മറി ആറ്റത് വീഡിയോ ഗെയിം കളിക്കണത്, നമ്മളെ ഗുസ്തിക്കാട് കളിക്കണത്. ഗുസ്തിക്കാട് ചോദ്യം ചോദിക്കട്ടെ, ആർക്കാണ് റാങ്ക് നമ്പർ 1 ആരായിരുന്നു ഗുസ്തിക്കാട്? അല്ല അതൊക്കെ ഭയങ്കര അടിപൊളി കാലഘട്ടമായിരുന്നു. മൊബൈൽ ഫോൺ ഇന്റർനെറ്റിന്റെ ഒക്കെ മുന്നേ നമ്മക്കും കൂടി എനിക്ക് തോന്നുന്നു നമ്മൾ വരെയാണ് കുറച്ചും കൂടി ആ ഒരു 2000 വരെ. അതെ 2000 കഷ്ടിച്ച്. ഇപ്പൊ നമ്മൾ ഒരു 2012-ലും 2013-ലൊക്കെയാവും ഫോണുകൾ ഇത്ര പോപ്പുലർ ആവാൻ തുടങ്ങിയത്. അതായത് നമുക്കൊരു 10 വയസ്സ് വരെ നമുക്ക് അങ്ങനെ മൊബൈൽ ഫോണും ഇല്ല, മൊബൈലിൽ അങ്ങനെ ഗെയിം കളിക്കുന്നില്ല, നമ്മളെല്ലാരും പുറത്തു പോയി പാമ്പുകളാണ്. അതൊന്നും പക്ഷെ ഇൻട്രസ്റ്റിംഗ് അല്ല നമുക്ക്. നമ്മൾ പുറത്തു പോയി ഫ്രണ്ട്സിന്റെ ഒപ്പം ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കണത് അല്ല, എന്താ അടിപൊളി കാലഘട്ടമായിരുന്നു. സൈക്കിൾ മോഡിഫിക്കേഷൻ ഇവൻ അതായിരുന്നു. സൈക്കിൾ ആക്സസറീസിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു എനിക്ക്. മുത്തിടുന്നതും അതൊക്കെ എന്താ വേറെ ടൈപ്പ് ഹോൺ ഉണ്ടല്ലോ, ഇങ്ങനെ ഈ ഒരു ലെവലില് അതിൽ പല പല സൗണ്ട് കൊടുക്കുക, പോലീസിന് സൗണ്ട് കൊടുക്കുക. അതൊക്കെ ഒരു എനിക്ക് അതേമാതിരി ആഗ്രഹമായിരുന്നു നമ്മുടെ സൈക്കിളില് CID മൂസയില് സ്റ്റിയറിംഗ് വെച്ച് ഓടിക്കില്ലേ സൈക്കിള്. ആണോ? എനിക്ക് ഞാൻ അച്ഛനോട് ഇങ്ങനെ പറയും എന്തും വകുപ്പുണ്ട് ഇത് അതൊരു ഭയങ്കര അത്ഭുതം. അതെന്താ? അത് പക്ഷെ ട്രൈ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മള് തുടക്കത്തിൽ ശരിയാണ് നമ്മളൊന്ന് നോക്കിണ്ടത്. ഇത് ഹാൻഡിൽ ചെയ്തിട്ട് എല്ലാ പണിയും ചെയ്ത് വീണ് നല്ല വൃത്തിക്ക് വീണ് പിന്നെ അതിന് നിന്നിട്ടില്ല. അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഈ കാർഡിന്റെ മറ്റേ ഗുസ്തി കാർഡിന്റെ അത് സ്മഗ്ലിങ് പോലെയാണ് സ്കൂളിൽ കൊണ്ടുപോവാ. സ്കൂളിന്റെ ഫ്രീ ടൈമിൽ ഇപ്പത്തെ കുട്ടികളൊക്കെ വേറൊക്കെയാ കൊണ്ടുപോകണത്. സാധനം ഉണ്ട് കേട്ടോ, വെള്ളം കളിക്കാൻ
അതേപോലെ സ്കൂളിൽ നമ്മൾ കളിക്കുന്ന ഒരു ഗെയിമാണ് പെൻ ഫൈറ്റ്. പെൻ ഫൈറ്റ് ഒക്കെ ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ അതൊക്കെ ഒരു പെൻ ഫൈറ്റ് കണ്ടുപിടിച്ച ആരാണെങ്കിലും അത് ഒളിമ്പിക്സിലൊക്കെ വരണം. ആ ക്ലാസ് ടൈമിൽ, ആ ബോറിംഗ് ടൈമിൽ ആകെ ഒരു ചെക്കന്മാര് റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് വരും, സ്ട്രോങ് ആക്കിയിട്ട് മോഡിഫൈ ചെയ്തിട്ട് പെന്ന്. അതൊക്കെ ബാനാണ്, ചില റഫറികളൊന്നും സംഭവിക്കില്ല. ബാനുണ്ട്. നമ്മള് മെറ്റലിന്റെ പോലും ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. പ്ലാസ്റ്റിക് ആണെങ്കിൽ പ്ലാസ്റ്റിക് മാത്രം, അല്ലെങ്കിൽ ഇതൊന്നും ബാക്കി രണ്ടും. ചിലരൊക്കെ ഉണ്ട് ഗൾഫിൽ നിന്ന് ഓടുന്ന പെന്നും കൊണ്ട് വരും. നമ്മളെ ലെക്സി പെൻ പിൻ പോയിന്റ് ആണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മസിൽ പിൻ പോയിന്റ്. റബ്ബർ ഉണ്ട്, മറ്റേത് ഗ്രിപ്പർ വേറെ. അതൊക്കെ എന്താ അടിപൊളി കാലഘട്ടമായിരുന്നു ഇപ്പൊ ആലോചിക്കുമ്പോ. പിന്നെ അന്നത്തെ കാർട്ടൂണുകള് ഏതായിരുന്നു ഈ കണ്ടിരുന്ന കാർട്ടൂണ്? മായക്കണ്ണ. സ്കൂൾ പോക്കിമോൻ കണ്ടിട്ടുണ്ടോ? പോക്കിമോൻ ഒന്നും കണ്ടില്ല. ടോം ആൻഡ് ജെറി, ടോം ആൻഡ് ജെറി. പിന്നെ കൊറേ വീഡിയോ ഗെയിംസ് ഒക്കെ പിന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഏഷ്യാനെറ്റിലെ മറ്റേ കുട്ടിച്ചാത്തൻ. ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ക്ലിപ്പിംഗ്. അതെ, അന്ന് സീരിയൽസ് ഉണ്ട് കേട്ടോ കൊറേ. നമ്മള് കടമുറ്റത്ത് കത്തന. പിന്നെ വേറൊരു വികാരമാണ് പവർ റേഞ്ചേഴ്സ്. പല പല കളർ ചൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട്സിനൊപ്പം ഇരുന്നിട്ട് ഞാൻ അതാണ്. അതെ, ദൂരദർശനിലായിരുന്നത് ഏഷ്യാനെറ്റിൽ. അത് ഏഷ്യാനെറ്റില്ല, വിശ്വസിച്ചാലില്ലെങ്കിലും പേടിപ്പിക്കണ കടമുറ്റത്ത് കത്തനാറിന് അത്യാവശ്യം പേടിയാവും. വിക്രമാദിത്യനും വേതാളൊക്കെ ഉണ്ടല്ലോ. വിക്രമാദിത്യനും വേതാളം ഉണ്ടല്ലോ. ഞാൻ ഒരു പ്രാവശ്യം യൂട്യൂബ് നോക്കിയപ്പോ അതില് പോപ്പപ്പ് ആയി അതിന്റെ എപ്പിസോഡ് ഉണ്ട്. ഞാനത് പക്ഷെ അത് ഫുൾ എപ്പിസോഡ് ഇല്ല. അത് രസാണ്. ഇന്ന് അത് തുടങ്ങ്. വേതാളായിരിക്കുവോ? വേതാളത്തിന്റെ കോസ്റ്റ്യൂം ഇട്ടുക ക്ലിപ്പ് എടുത്തിട്ട് യൂട്യൂബിൽ ഇടുന്നത്. അതുപോലെ തന്നെ ക്ലിപ്പ് എവിടെ കിട്ടാൻ അവരെ അതുപോലെ തന്നെ കളിച്ച് ക്ഷീണിച്ച് വന്നിട്ട് ഇപ്പിയോ അല്ലെങ്കിൽ മാഗിയോ ചൂടോടെ കഴിക്കണം. അതൊക്കെ ഒരു ഫീൽ തന്നെയാണ്. നാട്ടില് ഞാൻ അവിടെ എന്റെ വീടിന്റെ മുന്നിൽ ഒരു പലചരക്കുണ്ടായിരുന്നു. അവിടുന്ന് ജീരക സോഡ കുടിക്കാം. ഓ, കളിച്ചിട്ട് ഒരു പുകച്ചിലാണ്. അടിപൊളി സാധനം ജീരക സോഡ. എന്റെ ഒരു ഫ്രണ്ട്, ഞാൻ PG പഠിക്കുന്ന സമയത്ത് അവിടെ ഹൈദരാബാദിലുള്ള ആള് ബംഗാളിയാണ്. അപ്പൊ വെക്കേഷൻ എന്റെ കൂടെ നാട്ടിൽ വന്നു, വിന്റർ വെക്കേഷൻ. അവൻ ഈ ജീരക സോഡ ഇപ്പോഴും പറയും, നിയാസ് ചേട്ടാ ഒരു ജീരക സോഡ എവിടെ കിട്ടുക? അത് നമ്മുടെ നാട്ടിൽ മാത്രം കിട്ടണം. എനിക്കറിയില്ല, തോന്നുന്നുണ്ട്. ആ സോഡയായിട്ട് എനിക്ക് തോന്നണം അവിടെ ഉണ്ട് ജൽജീര പോലെയുള്ള സാധനം ഉണ്ട്. പക്ഷെ നമ്മുടെ ആ ബോട്ടിൽ കാർബണേറ്റഡ് അല്ല. ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ. ഇവൻ ഇപ്പോഴും പറയും എനിക്ക് അത് കുടിക്കാൻ വരണം. ഞങ്ങളൊരു വട്ടം ഞാനും നൗഫലും ആ ഒരു ട്രിപ്പില് എവിടെയോ പോയിട്ട് ഒരു ഷാപ്പിൽ പോയിട്ട് കഴിച്ചപ്പോ തിരുവനന്തപുരത്ത് ഞങ്ങളൊരു ഒരാളൊരു 3-4 ജീരക സോഡയൊക്കെ അത് ജീരക സോഡ അത് എന്ത് $2-3 ഒക്കെ ഉള്ളൂ തോന്നുന്നു. എന്നിട്ട് ഇത് പൈസ ഒരു കൂട്ടി വെച്ചിട്ട് ഇതിനായിട്ട് ഇപ്പൊ കടയിൽ പോകുമ്പോ അതായത് 10 രൂപക്ക് സാധനം വാങ്ങിച്ചാൽ $1-2 നമുക്ക് തരും മുട്ട. എന്റെ കസിൻ ഇതേമാതിരി ഇവൻ ഇത് ബിയർ കുടിക്കണ മാതിരി കുടിച്ചിട്ട് ഇവൻ കിക്കായമാരി അഭിനയിക്കും. കൊറേ കഴിഞ്ഞവൻ നടൻ എന്ന് പറഞ്ഞാണ്ടല്ലോ കമ്മിറ്റ്മെന്റ് ഇവൻ നിർത്തൂല. കൊറേ കഴിഞ്ഞിട്ട് ഞങ്ങള് പറയും നിർത്തടാ അത് വരുമ്പോ അപ്പഴും ഓടാ. അതൊരു അങ്ങനെ ഒരു ഫീൽ ഉണ്ടല്ലോ. നമ്മൾ ഈ ബിയർ ബോട്ടിലൊക്കെ മാറ്റി തന്നെയാണ് അതിന്റെ ഇത് വരിക. അതിങ്ങനെ കുടിച്ചിട്ട് കൂളാണ് നമുക്ക്. ഈ 90s കിഡിനോട് നമുക്കിപ്പോ റിലേറ്റ് ചെയ്യണ കാര്യം ഇപ്പൊ പലതും തന്ത വൈബ് നമ്മള് പറയുമ്പോ ചില ആൾക്കാർ അവര് പറയുണ്ടാവും ഇവരൊക്കെ ഏത് കാലത്താ ജീവിക്കുന്നത്. ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പുറത്തു പോയി നമ്മള് ക്രിക്കറ്റ് കളിച്ചിട്ട് അങ്ങനെയൊക്കെ ആ ഒരു വളരെ ടർഫിലൊക്കെ കളിക്കണൊക്കെ ഉണ്ടാവും ഒരുപാട്. പക്ഷെ നമ്മുടെ ഒരു കാലഘട്ടം പറഞ്ഞാൽ ഭയങ്കര നിഷ്കളങ്കായ കാലഘട്ടമായിരുന്നു. ഞങ്ങൾക്ക് ഒന്നുമില്ല. ഗ്രൗണ്ടിൽ ആ സമയത്ത് എത്തിയില്ല, നമുക്ക് വിളിക്കാനൊന്നും പറ്റില്ല. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സ്കൂൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു 15 കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാവും ആള്. അന്ന് ഫോണായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല, വാട്സപ്പ് ഗ്രൂപ്പുകളില്ല. മെമ്മറീസ് ആണ് നമ്മളുടെ. അത് ആലോചിക്കുമ്പോ തന്നെ നമുക്കൊരു മിസ്സിംഗ് ഫീലിംഗ് നല്ലോണം ഉണ്ട്. അതാ തോന്നുന്നത്. ഈ ആ ടേമേ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ ടേം ഭയങ്കര ഒരു ഇതല്ലേ അതില്. എല്ലാവർക്കും കുറെ കമ്മിറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ ഇപ്പൊ അത് അല്ലേ, ഇപ്പൊ അത് അതിന്റെ കൂടെ അതും ഫെയ്ഡ് ആയപ്പോ അതിന്റെ കൂടെ ആ കമ്മിറ്റ്മെന്റ് എന്നുള്ള സാധനങ്ങളും പതിയെ ഫെയ്ഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ എല്ലാം മെസ്സേജ് ആണല്ലോ. ഓക്കെ, പക്ഷെ അന്നൊക്കെ നമ്മള് സംസാരിക്കാം. ഞങ്ങള് ഫ്രണ്ട്സ്, ഞങ്ങളെ അയൽവാസികൾ ഒരു 3-4 ഫ്രണ്ട്സ് ഉണ്ട് തൊട്ടടുത്തുള്ള.
അപ്പൊ ഇവന്മാരെന്നെ വിളിക്കാൻ വരുമ്പോ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് ആയി. അന്ന് പറഞ്ഞാല് ഇവര് പ്രത്യേക സൗണ്ട് ഉണ്ടാക്കും. ഒരു കൂവാണ് അങ്ങനെ 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 കൂവിക്കഴിഞ്ഞാൽ അത് വരാണ്. അത് നമ്മുടെ മീൻകാലം അപ്പൊ എന്താ വെച്ചാല് വീട്ടിൽ വന്നിട്ട് ബെല്ലടിക്കുക ഒന്നുമല്ല, ആ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാല് ഇതാണ്. അപ്പൊ അതൊരു വൈബ് തന്നെയാണ്. അത് ശരിയാണ്. നമ്മളെ ആ ഒരു ജനറേഷനാണ് അത്. നമ്മളെ മുന്നത്തെ ആൾക്കാർക്ക് ഇതിനേക്കാളും പറയാനുണ്ടാവും ഒബ്വിയസ്ലി. പക്ഷെ നമ്മളാണ് എനിക്ക് തോന്നുന്നു പറഞ്ഞ പോലെ നേരത്തെ ലാസ്റ്റ് ഇപ്പൊ ഫോണാണെങ്കിലും ഇപ്പൊ ചെറിയ എന്താണ് 110 അത് ഉപയോഗിക്കണത്. ഇപ്പൊ എനിക്ക് അതിലൊരു എക്സ്പീരിയൻസ് പറയാനുള്ളത്, ഇപ്പൊ ഫോണ് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ശരിയാണ് ഫോൺ എന്ന് പറയുന്ന ഒരു കൗതുകം വരികയാണ്. അപ്പൊ വള്ളില്ലാത്ത ഫോൺ യെസ്. അപ്പൊ മൊബൈൽ ഫോൺ കയ്യിൽ വരുമ്പോ മൊബൈൽ കടയിൽ പോയാൽ ഇതിന്റെ കേസ് എന്ന് പറഞ്ഞാൽ അന്ന് ഇങ്ങനത്തെ കേസും അല്ല, ഒരു ഇതിലിട്ടിട്ട് സിപ്പ് കവറാ. ഇതിന്റെ ഇത് പാക്കായിട്ട് കിട്ടും. എന്നിട്ട് ഇതിന്റെ മേലെ ഈ ഫോണിന്റെ ഒരു ചെറിയൊരു പിക്ചറും ഉണ്ടാവും. അപ്പൊ നമ്മളെന്ത് കടയിൽ പോയിട്ട് ചിലപ്പോൾ ഇവര് ഒഴിവാക്കുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ആ സ്പോഞ്ചും ഉണ്ടാവും. ഇതെടുത്തിട്ട് ഈ സ്പോഞ്ചിന്റെ ഉള്ളില് നമ്മളെ ഈ ലൈറ്ററിന്റെ ഉള്ളിലുണ്ടാവുമല്ലോ ലൈറ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് ടോർച്ച് ഒരു 3 ചെറിയ LED-യും അതിന്റെ കൂടെ ചെറിയ 3 ബാറ്ററി ഉള്ള. എന്നിട്ട് ഇത് നമ്മൾ സ്പോഞ്ചിന്റെ ഉള്ളില് കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കും. എന്നിട്ട് ആ 5 ബട്ടൺ നെക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഇങ്ങനെ കത്തുന്ന ഫോൺ അങ്ങനെ ഉപയോഗിച്ച്. ശരിയാണ്, ഇന്നിപ്പോ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നു. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു എനിക്കൊക്കെ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഫോൺ മറ്റേ ഉത്സവത്തിന് കിട്ടുന്ന ഫോണ് ഏത് സ്വിച്ച് ഒക്കെയും ആ സാധനമൊക്കെ. പക്ഷെ ഇപ്പത്തെ ആ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഫോണുണ്ട്. അനക്കെന്നാ ആദ്യമായിട്ട് മൊബൈൽ ഫോൺ കിട്ടുന്നത്? മൊബൈൽ ഈ സ്വിച്ചുള്ള ഫോൺ തന്നെ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു 10th പഠിക്കുമ്പോഴാണ്. ആ ഒരു സാംസങ്ങിന്റെ ഗുരുവോ അങ്ങനെ. പിന്നെ +1 എത്തുമ്പോഴാണ് അന്നുണ്ടല്ലോ 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാൽ ഫോൺ ആ ഒരു ഇതുണ്ട്. അങ്ങനെയാണ് സ്മാർട്ട് ഫോൺ ആദ്യമായിട്ട് വരുന്നത്. എന്റെ ഫസ്റ്റ് ഫോണ് മറ്റേ സാംസങ്ങിന്റെ കോർബിയാണ്. അതായത് ഫോൺ ഫ്രഷ് ഫോണാണ് വാങ്ങിയത്. അന്നത്ര 4000 ഫ്രഷിനുള്ളൂ. അതിന്റെ ഒപ്പം അല്ലല്ല ഫുൾ ടച്ചാണ്, ഫുൾ ടച്ചാണ്. പക്ഷെ ഇന്നത്തെ മാതിരി ഫെദർ ടച്ച് അതിന്റെ ഒപ്പം കവറും കിട്ടും. ബാക്കിൽ ഇത് നമുക്ക് മാറ്റാം. ഫോർ എക്സാമ്പിൾ കോസ്റ്റ്യൂമിനനുസരിച്ച് മാറ്റാൻ ബാക്കിലത്തെ കവറിന് മാറ്റാം. അതൊരു വേറെ ഷോപ്പ് ആയിരുന്നു നമ്മുടെ കാലത്ത്. ഈ ഷോപ്പ് കുറച്ച് അധികം പേരുണ്ട്. ഈ ഫോൺ മാറ്റിയോ കവറാടാ, ഇതിനിങ്ങനെ മാറ്റാൻ പറ്റും. അങ്ങനെയൊക്കെ. അനക്കെന്നാ ഫോൺ കിട്ടുന്നത് ആദ്യമായിട്ട്? എനിക്കും 10ാം ക്ലാസ് നിന്നാണ് ഫോൺ 1100 ആണ് ഫസ്റ്റ് ഫോണ്. സ്നേക്ക് ഗെയിം കളിച്ചിട്ടേ. അല്ല ഈ 10ാം ക്ലാസ് പിന്നെ പറയുമ്പോ കുഴപ്പമില്ല. ഇപ്പം 10ാം ക്ലാസ് തുടങ്ങുമ്പോ അതാണ് ഏറ്റവും പുതിയ ഫോൺ. അതാണ് ഡിഫറൻസ് ഉണ്ട്. ഞങ്ങള് വരുമ്പോ ടച്ച് ഉണ്ട്. എനിക്ക് ഞാന് മറ്റേ ടച്ച് ഫോൺ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണത് +2 കഴിയുന്ന സമയത്തൊക്കെ ആവും. പക്ഷെ ഈ ശ്രദ്ധിച്ചോ ടെക്നോളജിന്റെ ആ ഒരു ബൂം ആ ടൈം പീരിയഡ് ഒരു 10 വർഷം കൊണ്ട് എന്തൊക്കെ ലൈഫ് എത്രയോ ഈസിയല്ലേ. ഇന്റർനെറ്റ് റവല്യൂഷൻ തന്നെ അല്ലേ. അന്ന് നമുക്ക് ഓർമ്മയില്ലേ സ്ക്രാച്ച് ചെയ്യുന്ന റീചാർജ് പേപ്പറിൽ 5 രൂപക്ക് 15 MB അങ്ങനെ എന്തായിരുന്നു. അത് മതി. ഞങ്ങൾക്ക് പോപ്പുലർ ഐഡിയയുടെ 29-120 MB ആകും. അത് സാധനം ഉപയോഗിച്ചല്ലേ, അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ആ സമയത്ത്. ഇപ്പൊ ഇതൊന്നും പോരാ. ഇപ്പൊ 120 MB ഒക്കെ അന്ന് സഫീഷ്യന്റ് ആയിരുന്നു. ഇപ്പൊ അതൊന്നും പോരല്ലോ. ഇപ്പൊ എന്താണ് ഡെയിലി 1 GB ഉച്ചയാകുമ്പോ ചിലപ്പോ തീരും. അത് അൺലിമിറ്റഡ്. ആ 1 GB ആ ഒരു കോൺസെപ്റ്റ് കൊടുത്തത് ജിയോ ഒന്നും കൂടെ മാറി. നമ്മളെ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ഇന്റർനെറ്റിന്റെ ഒരു ആ ബൂം കൊടുക്കുന്നത് എല്ലാവർക്കും ഫ്രീ ഇന്റർനെറ്റ് കൊടുക്കണം. പക്ഷെ ഈ ശ്രദ്ധിച്ചാ ജിയോ ലോഞ്ച് ചെയ്തു എന്നിട്ട് എല്ലാവർക്കും ഒരു ഹാബിറ്റ് കൊടുത്തു. 1 GB മിനിമം ആൾക്കാർ സ്പെൻഡ് ചെയ്യട്ടെ, അതായത് ഫ്രീ ആയിട്ട് ഒരു ഹാബിറ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവരോട് കട്ട് ചെയ്തു പൈസ വാങ്ങാൻ. അപ്പൊ സൈക്കോളജിക്കലി പോലെ കംഫർട്ടായി 1 GB മിനിമം ആണെന്നുള്ള രീതി. കാരണം അതാണ് മാർക്കറ്റിംഗ് ടെക്നിക്ക്. ഇന്റർനെറ്റിന് മാത്രല്ല, അവര് ബാക്കിയുള്ള എല്ലാരും ആ ജിയോയുടെ അത് വന്നോട് കൂടിയിട്ട് വേറെ എല്ലാ സിം കാർഡും ഔട്ടായി. പിന്നെ അവരും ബാധ്യസ്ഥരായി ഇങ്ങനെ ഓഫർ കൊടുക്കാൻ ബാധ്യസ്ഥരായി. അന്ന് ഫ്രീ ചെയ്യുന്ന സിം 1 year ഇന്റർനെറ്റ് ഫ്രീ. എല്ലാരും ജിയോ എടുക്കണു. എന്ത് ആ കാലം ഓർമ്മയുണ്ട്. നമ്മള് +2 +1 +2 കാലം എല്ലാവരും ജിയോ എടുത്തിട്ട്. അന്നിന്റെ അച്ഛനൊക്കെ ഇപ്പൊ അവര് BSNL ആൾക്കാരാ. അവരൊക്കെ ഇപ്പൊ ജിയോ അച്ഛനൊക്കെ ഉപയോഗിക്കണത്. OG ആൾക്കാരൊക്കെ മാറി. അവര് ടൈമിനൊപ്പം മാറണ്ടേ. അതാണ് ജിയോയുടെ റെവല്യൂഷൻ. ഭയങ്കര കൊറേ ക്ലയൻസിന് കിട്ടി. പിന്നെ ഇപ്പൊ എല്ലാവരും ജിയോ
അവർക്ക് കുറച്ചും കൂടി ഇൻഫ്രാസ്ട്രക്ചർ എളുപ്പമാണല്ലോ അവർക്ക് ഇതിന്റെ പേരിൽ ചെയ്യാൻ. ഇന്റർനെറ്റ് എത്താത്ത സ്ഥലത്തൊക്കെ അവർക്ക് ഇന്ത്യയുടെ ഇന്റർനെറ്റ് ഭയങ്കര റവല്യൂഷൻ ആണ് അത് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രത്യേകിച്ച്. ഇപ്പത്തെ ചെറിയ കുട്ടികൾക്ക് വരെ അവരിപ്പോ പഠിക്കണതാണേലും എല്ലാ സാധനവും ഫോണിലാണ്. പിന്നെ ഈ കോവിഡ് കൂടി വന്നതിന് ശേഷം പോസ്റ്റ് കോവിഡ് എന്ന് പറയുന്നത് വന്നതിന് ശേഷം കോവിഡ് തന്നെ എല്ലാവരും ഒന്നാലോചിക്കുക. ആർക്കും ഗൂഗിൾ മീറ്റ്, അന്ന് സൂം മീറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, ആർക്കും ഒന്നും അറിയാത്ത ആൾക്കാർ ഇപ്പൊ എല്ലാവർക്കും, കാരണം വീട്ടിലെ എല്ലാവർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ സൂം മീറ്റിംഗ് ആയിരുന്നു ക്ലാസ് ഒക്കെ. അപ്പൊ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും അത് പഠിക്കേണ്ടി വന്നു, എങ്ങനെയാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും സെറ്റ് ചെയ്യേണ്ടി വന്നു. അതിനായിട്ട് കുറെ ആൾക്കാർ ഫോൺ മേടിച്ചു, ടച്ച് ഫോണോ അല്ലാതെ അങ്ങനത്തെ ഫോൺ ഇല്ലാത്ത ഒരാൾക്കാർ വരെ സ്മാർട്ട് ഫോൺ മേടിച്ചു. പിന്നെ വർക്ക് ഫ്രം ഹോം, ഗൂഗിള് കോവിഡ് വന്നതിന് കോവിഡും ഇന്റർനെറ്റും എല്ലാം കൂടി ഭയങ്കര ഒരു ചേഞ്ച് ദ വേൾഡ് എല്ലാരും കൂടി ഫാക്ടർ. അപ്പൊ നമുക്ക് ആക്ച്വലി ഇതിനെ പറ്റി കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ 90s കിഡാണ്, പക്ഷെ നമ്മൾ ഈ ജനറേഷനെയും കോപ്പപ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കണ്ടില്ലേ, നമുക്ക് ആ കാര്യങ്ങളെല്ലാം അറിയാം. പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു ഇൻ ദ സെൻസ് ഫോൺ ബിഗിനിങ് സ്റ്റേജ് ഓഫ് ഫോൺ നമ്മള് കണ്ടു. ഇപ്പോ ദ മോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഡെവലപ്പിംഗ് ആണ്, ബട്ട് സ്റ്റിൽ ഇപ്പോഴെന്താ നടക്കണം എന്നുള്ളതിലും നമ്മള് കലകി ചേർന്നു. നമ്മളെ വർക്ക് ബേസ്ഡും നമ്മള് യൂസ് ചെയ്യുന്ന നമ്മുടെ ജേർണി പറഞ്ഞാൽ ഫ്രം CD റെന്റ് ചെയ്യുന്നത് തൊട്ടിട്ട് യൂടോറന്റ് ഡൗൺലോഡ് ചെയ്യണത്, പിന്നെ ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ വരെയാണ് നമ്മളെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അന്ന് സിനിമ കാണുന്നത് CD റെന്റ് എടുത്തിട്ട് കാണാൻ, CD DVD മറ്റത് വരെ ഉണ്ട്, മറ്റേ എന്ത് അതും കിട്ടിയിരുന്നു. അതല്ലടാ എന്തായി പറഞ്ഞത്, ഇത് കാസറ്റ് മറ്റേ അത് ഞങ്ങളെ നമുക്ക് റിലേറ്റിംഗ് ഉണ്ട്. എന്റെ ഫാദറിന്റെ കാറിൽ വരെ പണ്ടത്തെ മറ്റേ കാസറ്റ് ആണ്, കാസറ്റ് ഉള്ള ഇതുണ്ടായിരുന്നു. പിന്നെ CD വന്നു, പിന്നെ CD ആയി, പിന്നെ നമ്മൾ ഇന്റർനെറ്റ് യൂടോറന്റ് അല്ല പെൻഡ്രൈവ് ആയി, CD മാറി, പിന്നെ പെൻഡ്രൈവ് ആയി, പിന്നെ ഫോണിലേക്ക് USB കണക്ഷൻ വന്നു, പിന്നെ ബ്ലൂടൂത്ത് വന്നു. ബ്ലൂടൂത്ത് ഒക്കെ അതിന് മുന്നേ വന്നു. ബ്ലൂടൂത്ത് ഈ വൈഫൈ വരുന്നതിന് മുന്നേ ബ്ലൂടൂത്ത് വന്നിരിക്കുന്നു. വൈഫൈയുടെ കാര്യമില്ലല്ലോ, ഫോൺ കണക്ഷൻ വേറെയാണ്, അല്ലെങ്കിൽ MP3 പ്ലെയർ എന്തെങ്കിലും കണക്ഷൻ. ശരി, അങ്ങനെ ബ്ലൂടൂത്ത് അന്നൊരു ഫോട്ടോ എനിക്ക് കണക്കാക്കണമെങ്കിൽ അരമണിക്കൂർ എടുക്കും, അടുത്ത് ഇങ്ങനെ നിക്കണം. ബ്ലൂടൂത്ത് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് പറഞ്ഞിട്ട് വേറെ സംഗതി ഉണ്ടായിരുന്നു. അതിങ്ങനെ അതായത് ഫയൽ ഇത്ര GB അല്ലെങ്കിൽ സൈസ് ഇത്ര കൂടുതലാണെങ്കിൽ അയക്കാൻ പറ്റില്ല. അന്ന് ബ്ലൂടൂത്തിൽ എന്തൊക്കെയാ അയച്ചത്, ഫോട്ടോകൾ എഡിറ്റ് അല്ലു അർജുൻ ഫോട്ടോ അതൊക്കെ ആൾക്കാർക്ക് അയച്ചു കൊടുത്തിരുന്നു. ഹ്യൂജ് ഡാറ്റ അയക്കാൻ പറ്റുന്ന പോലത്തെ അപ്ലിക്കേഷൻസ്, എക്സെൻഡർ, സാപ്കോ, എന്തോ സാപ്പിയ, എക്സെൻഡർ, ഷെയറിറ്റ്, അത് വൈഫൈ വഴി കണക്ട് ചെയ്യണേ. പിന്നെ അതുകഴിഞ്ഞ് വയർലെസ് വന്നു. എനിവേ, അപ്പൊ അങ്ങനത്തെ ഒരു കൊറേ കാല ചേഞ്ചസുകൾ ഒരുപാട് CD തൊട്ട് എന്താ വെച്ചാൽ ഇനിയും ഇത് ഗ്രോ ചെയ്യും. ഇപ്പൊ നമ്മൾ തന്നെ വിറ്റ്നസ് ചെയ്യാം. നമ്മളൊരു mid-40 ഒക്കെ ആവുമ്പോ ഇതിന്റെ ഇത് പറയാന്ന് വെച്ചാ ഒരു 10 വർഷം എടുത്തു ഫോൺ ടു ഇന്റർനെറ്റ് വിചാരിക്കുക. പക്ഷെ ഇനി എടുക്കണ ഗ്രോത്ത് ഒക്കെ പെട്ടെന്നാവും. റിസോഴ്സസ് ഒക്കെ ഇപ്പൊ എല്ലാരും കണ്ടോന്നറിയില്ല ഗഗനചാരി പടം, അതിന്റെ ആ തോട്ടൊക്കെ പോയത് കണ്ടില്ലേ. അപ്പൊ നമുക്കറിയില്ല എന്ത് സംഭവിക്കും എന്നുള്ളത്, എങ്ങനെ ആവും എന്നുള്ളത് നമുക്കറിയില്ല. പെട്ടെന്നായിരിക്കും എല്ലാം അന്ത്യം. എല്ലാവരും പെട്ടെന്ന് എന്ത് പോക്കാടാ സമയമൊക്കെ പോണത്. പണ്ട് ഈ നമുക്ക് നേരം പോവാൻ മടി ഉണ്ടായിരുന്നു. പണ്ട് നമുക്ക് ഫോണിൽ ഒന്നുമില്ല, നേരം പോവാൻ കുറെ നേരം ഇരിക്കണം, അപ്പൊ സമയം എല്ലാം പോണ മാതിരി. ഇപ്പൊ നേരം പോക്കാണല്ലോ, കുറച്ച് സമയം ബോറടി ഉണ്ട്, ഫോൺ എടുത്ത് 2 തോണ്ടലും ഓടി സമയം അങ്ങനെ പോകും. വെറുതെ ഇരിക്കുന്നില്ല. ഈ അവസാനം വെറുതെ ഇരുന്നിട്ട് അത്ര കാലമായി നമ്മള് ഇല്ല, നമുക്ക് ബോറടിക്കാനുള്ള സമയം ഇല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ട് നമ്മളിനി ഓരോ ബോറടിപ്പിക്കണ്ട. അപ്പൊ അതൊക്കെ തന്നെ ഉള്ളൂ. പറഞ്ഞോ, ഈ പറ, കൺക്ലൂഡ് ചെയ്യുന്ന ഈ പറഞ്ഞോ, ഇയല്ലേ കോൺസ്റ്റബിള്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഈ രണ്ടും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ് പറയുമ്പോൾ ശരിയാണ്, നമ്മളൊരു തന്ത വൈബ് എന്നുള്ള ഒരു കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും
പ്രായം കൂടുമ്പോ ആൾക്കാർ മെച്യൂരിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം വരും. നമ്മൾ നോക്കി കാണുന്നത് വേറെ രീതിയിലാവും, പെർസ്പെക്റ്റീവ് മാറും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് നൗഫലും ഇനി ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ ആർസി എടുക്കുവോ പഴയമാതിരി? ഇല്ല, ഇപ്പൊ പോയിട്ട് എടുക്കുക ആക്സസ് ആവും. കംഫർട്ട് ആണ് ഇപ്പൊ നോക്കുക. നമ്മുടെ എത്ര ഫ്രണ്ട്സ് 220 ഒക്കെ കൊടുത്തിട്ട് ആക്സസ്. അപ്പൊ അതാണ് നമുക്ക് പല കാര്യങ്ങളിലും മെച്യൂരിറ്റി വന്നു. അതായത് പണ്ട് 60 അല്ലെങ്കിൽ 80 സ്പീഡ് ഓടിച്ചു പോയി നമ്മൾ ഒന്ന് അതായത് 40 പോയാൽ മതി, നമുക്ക് എത്തും, ധൃതിയില്ല. ഐ മീൻ ആ ഒരു ബോധോദയം വന്നു എന്നുള്ളതാണ്. ഇപ്പൊ റീസെന്റ് ജോസഫ് അന്നൻകുട്ടി ജോസ് തന്നെ പുള്ളിക്കാരന്റെ അടുത്ത് ഓൾറെഡി തന്ത വൈബ് എന്നുള്ളത് എപ്പോഴും ഭയങ്കര സാധനമാണ്. പുള്ളിക്കാരന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ശരിയാണ്, അതൊരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ബോധോദയം അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ലൈഫിലെ. സ്വാഭാവികമായിട്ടും നമുക്ക് പുതിയ ചിന്തകള്, നമുക്ക് പുതിയ തോട്ട്സ്, ഐഡിയോളജി ഒക്കെ വരും. അങ്ങനെ ഇപ്പത്തെ പുതിയൊരു കാറ്റഗറൈസ് ആണ് അങ്ങനെ പുതിയ സാധനങ്ങൾ ഇനിയും വരും. പൊതുവെ ചിലപ്പോ തോന്നുന്നുണ്ട് നല്ല ഇങ്ങനെ കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ടോ അല്ലെ എന്തെങ്കിലും ആൾക്കാരെ കളിയാക്കിയിട്ട് ആൾക്കാർ തുടങ്ങൂലേ എപ്പോഴും തന്ത വൈബ് പഠിപ്പി, അവര് കുറച്ച് റെസ്പോൺസിബിൾ ആണ്, അത്രേ ഉള്ളൂ. ഇപ്പൊ നിയാസ് പറഞ്ഞത് ശരിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോരോ രീതിയിലും ഓരോരോ പുതിയ പുതിയ കാര്യങ്ങളും തന്ത വൈബ് പഠിപ്പി അങ്ങനത്തെ ഓരോ കാര്യങ്ങളായിട്ട് ജീവിതത്തിൽ വരും. നമ്മൾ അതിനനുസരിച്ച് അത് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് പറയണതെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് കട്ട് ചെയ്യണ്ട, അവന്റെ ഈ ഉപദേശം കിടക്കട്ടെ ഇവിടെ. അപ്പം കൊറേ നേരമായിട്ട് ഞങ്ങൾ ഉപദേശിക്കുക കൺക്ലൂഡ് ചെയ്യാൻ. ഓനെന്തിനും പറ്റുമോ? ഇന്നൊന്ന് ശരി നല്ല അപ്പൊ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പൊ അതൊക്കെ ഉള്ളു. ശരി, അടുത്ത എപ്പിസോഡ് അങ്ങനെ തന്നെ കൊടുത്തോ, അതാണ് അതിന്റെ എൻഡിങ്.